നമസ്കാരം. ഭൂട്ടാൻ പട്ടാളം ഉപേക്ഷിച്ച വാഹനങ്ങൾ അതിർത്തി കടത്തി രൂപമാറ്റം വരുത്തി മോഹവിലക്കി വിൽക്കുന്ന സംഘം ഒരു അധോലോക ശൃംഖലയാണെന്ന് തെളിയുകയാണ് കസ്റ്റംസിന്റെ ഓപ്പറേഷൻ നംഖോറിലൂടെ. കേരളത്തിൽ വാഹനപ്രേമികളായ യുവതാരങ്ങളടക്കം ഇടനിലക്കാരുടെ തട്ടിപ്പറയാതെ ഇത്തരം വാഹനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അവരുടെ വീടുകളിൽ ഉൾപ്പെടെ കസ്റ്റംസ് നടത്തിയ വ്യാപക പരിശോധനകളിൽ ഏതാനും വാഹനങ്ങൾ പിടിച്ചെടുക്കുകയും നിർണായക വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. അസം സ്വദേശിയുടെ പേരിൽ വ്യാജ മേൽവിലാസത്തിൽ വാഹനം കേരളത്തിലെത്തിച്ച മാഹിൻ അൻസാരിക്കായുള്ള തിരച്ചിൽ ശക്തമാക്കിയിരിക്കുകയാണ്. 7 കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ പരിശോധനയ്ക്ക് വിധേയമാകുന്ന ഭൂട്ടാൻ പട്ടാളവണ്ടി കള്ളക്കടത്ത് റാക്കറ്റിന് പിന്നിൽ ആരുടെ കൈകൾ? കള്ളക്കടത്ത് വാഹനങ്ങളുടെ പുതിയ ഉടമകൾക്ക് നേരിടേണ്ടി വരുന്ന നിയമക്കുരുക്കുകൾ എന്തൊക്കെ? എൻകൗണ്ടർ പരിശോധിക്കുന്നു പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ അതിഥികൾ നടൻ ശ്രീ അമിത് ചക്കാലക്കൽ ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ നമ്മളോടൊപ്പമുണ്ട്. റിട്ടയർഡ് SP ശ്രീ TK രാജ്മോഹൻ, റോഡ് സുരക്ഷാ വിദഗ്ധൻ ശ്രീ ഉപേന്ദ്ര നാരായണൻ, ഒപ്പം തന്നെ ഓട്ടോ ജേർണലിസ്റ്റ് ശ്രീ രാകേഷ് നാരായണൻ, കാർ ഡീലറായ ശ്രീ രാകേഷ് കുടിയാടൻ എന്നിവർ ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ നമ്മളോടൊപ്പം ഉണ്ട്. അമിത് ചക്കാലക്കലിലേക്കാണ് ഞാൻ പോകുന്നത്. അമിത്, ഇന്ന് കസ്റ്റംസ് അമിത്തിനെ വിളിച്ചിരുന്നു, കാര്യങ്ങളൊക്കെ വിശദമായി അന്വേഷിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അമിത് കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞു 7 വാഹനങ്ങളല്ല, ഒരു ഒറ്റ വാഹനമാണ്, കാർ മാത്രമാണ് അമിത്തിൻ്റെതായിട്ടുള്ളത്. ബാക്കിയൊക്കെ ഗരാഷിൽ വന്ന 6 വാഹനങ്ങളാണ്. ഇതേക്കുറിച്ചൊക്കെ കസ്റ്റംസ് ചോദിച്ചു. ഈ 6 വാഹനങ്ങൾ ഗരാഷിൽ എങ്ങനെയാണ് വന്നത് അമിത്? ഇതിന്റെ ഓണേഴ്സ് ആരാണെന്ന കാര്യത്തിൽ അമിത്തിന് ധാരണയുണ്ടോ? ഇന്ന് ആക്ച്വലി എന്നെ വിളിപ്പിച്ചതല്ല. കഴിഞ്ഞ ദിവസം എൻ്റെ വാഹനം വീട്ടിൽ വന്ന് അവർ ഇൻസ്പെക്ട് ചെയ്ത സമയത്ത് എൻ്റെ കയ്യിലുണ്ടായിരുന്നത് ഏതൊരു ആൾക്കാരുടെയും പോലെ ഉണ്ടായത് RC ബുക്കും ഇൻഷുറൻസും പഴയ രജിസ്ട്രേഷൻ, അതായത് 1999 രജിസ്റ്റർ ചെയ്ത ഡോക്യുമെൻറ്റ്സും ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അന്ന് കൊണ്ടുപോയ സമയത്ത് കസ്റ്റംസ് ഓഫീസർ വ്യക്തമായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇൻഷുറൻസോ RC ബുക്കോ അല്ല, ഈ വണ്ടി ഇന്ത്യയിലോട്ട് വന്നതിൻ്റെ ബിൽ ഓഫ് എൻട്രി, കസ്റ്റംസ് ക്ലിയറൻസ് ഡോക്യുമെൻ്റ്, ബിൽ ഓഫ് ലാൻഡിങ്, ഇന്ന ഡോക്യുമെൻറ്റ്സ് വേണമെന്ന് എന്നെ അവിടെ വിളിപ്പിച്ച് കഴിയുമ്പോൾ പറഞ്ഞു. സത്യത്തിൽ എനിക്കും അത് പറഞ്ഞപ്പോൾ ഏറ്റവും വലിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നത്, RT ഓഫീസർ വീട്ടിൽ വന്നു, എൻ്റെ വണ്ടിയുടെ ഷാസി നമ്പർ എന്തെങ്കിലും ടാമ്പർ ചെയ്താണോ, എൻജിൻ നമ്പർ ടാമ്പർ ചെയ്താണോ എല്ലാം ചെക്ക് ചെയ്തിട്ട് അവരുടെ സിസ്റ്റത്തിൻ്റെ അകത്ത് ചെക്ക് ചെയ്ത ശേഷം പറഞ്ഞു ഇതെല്ലാം പെർഫെക്റ്റ് ആണ്. അപ്പോൾ ഞാൻ സാറിനോട് ചോദിച്ചു, സാർ ഈ 1999 ഡോക്യുമെൻറ്റ്സ് എന്തെങ്കിലും കിട്ടാൻ സാധ്യതയുണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഒരു ഉറപ്പില്ല, വാഹനമൊക്കെ അപ്ഡേഷൻ വന്നതുകൊണ്ട് കിട്ടുമെന്ന് ഉറപ്പില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇന്ന് എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ ഡൽഹി RT ഓഫീസിൽ ആദ്യം രജിസ്റ്റർ ചെയ്തിരുന്ന ഡൽഹി RT ഓഫീസിൽ പോയി അതിൻ്റെ ബാക്ക് ഡോക്യുമെൻറ്റ്സ് എല്ലാം കളക്ട് ചെയ്തിട്ട് എനിക്ക് സെൻഡ് ചെയ്ത് തന്നു. അത് ഉൾപ്പെടുന്നത് ഇതാദ്യം രജിസ്റ്റർ ചെയ്തിരുന്ന UN പേരിൽ വന്ന വാഹനത്തിൻ്റെ ബിൽ ഓഫ് എൻട്രി, ബിൽ ഓഫ് ലാൻഡിങ്, ബിൽ ഓഫ് കസ്റ്റംസ് ക്ലിയറൻസ് ഡോക്യുമെൻറ്റും പുറത്ത് ഇത് വേറെ വ്യക്തിക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതിൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം വന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ ഇന്ന് കസ്റ്റംസ് ഓഫീസിലോട്ട് പോയി സാറിനെല്ലാം കാണിച്ചു കൊടുക്കുകയും ചെയ്തത്. സാറ് കാണിച്ചു കൊടുത്തപ്പോൾ സാർ പറഞ്ഞു ഇതിൻ്റെ എല്ലാം കോപ്പി സബ്മിറ്റ് ചെയ്യുക, ഞങ്ങളുടെ രീതിയിലും കൂടി ഒന്ന് വെരിഫൈ ചെയ്തിട്ട് നിങ്ങൾക്ക് വണ്ടി വിറ്റ് തരാം. അതിൽ വ്യക്തമായിട്ട് സാറ് വളരെ സ്നേഹത്തോടെ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു നന്നായിട്ട് വന്നൊരു വാഹനം ഞങ്ങൾക്ക് പിടിച്ചു വെക്കാനോ അല്ലെങ്കിൽ ഉപദ്രവിക്കാനോ ഞങ്ങൾക്ക് ഒരു ഉദ്ദേശമില്ല. പക്ഷേ എല്ലാ വാഹനങ്ങളും പിടിച്ചു വെച്ചാൽ മാത്രമാണ് ഞങ്ങൾക്ക് ഈ പറയുന്ന പോലെ നല്ലത് ഏത് മോശമേന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ എൻ്റെ ഒരു തെറ്റെന്ന് വെച്ചാൽ ഞാൻ 11 മാസം മുമ്പ് ഇതേപോലെ സെർച്ചിങ് വന്നപ്പോൾ ഞാൻ ഇതെടുത്ത് വെക്കേണ്ടതായിരുന്നു. പക്ഷേ അന്ന് വണ്ടിയൊന്നും പിടിച്ചുകൊണ്ട് പോയില്ല. അന്ന് എൻ്റെ ഈ വണ്ടി ചെക്ക് ചെയ്തു എന്ന് ചോദിച്ചില്ലായിരുന്നു. അവിടെ വർക്ക്ഷോപ്പിൽ കിടന്ന വണ്ടികളാണ് ചെക്ക് ചെയ്തിട്ട് പോയത്. പക്ഷേ ഇന്ന് കൊണ്ടുപോയപ്പോൾ സാർ അവിടെ ചെന്നപ്പോൾ എനിക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തന്നു ഇന്ന സാധനം വേണമെന്ന്. അതിനുവേണ്ടി സെർച്ച് ചെയ്തപ്പോഴാണ് ഇന്ന് ഈ സാധനങ്ങൾ എനിക്ക് കിട്ടിയതും അവിടെ കൊണ്ടുപോയി കൊടുക്കാൻ പറ്റിയതും. പിന്നെ എൻ്റെ വീട്ടിൽ വന്ന സമയം എൻ്റെ ഒരു വാഹനമാണ് കൊണ്ടുപോയത്. പിന്നെ അവിടെ കിടന്നിരുന്ന വർക്കിനായിട്ട് വന്നൊരു വാഹനം ഉണ്ടായിരുന്നു. എൻ്റെ കെയർ ഓഫിലെ ഗരാജിൽ വന്ന 6 വാഹനങ്ങളുണ്ടായിരുന്നു. പക്ഷേ മീഡിയക്ക് കൊടുത്ത സമയത്ത് അമിത്തിൻ്റെ കെയർ ഓഫിൽ ഇത്ര വാഹനങ്ങളെന്ന് പറഞ്ഞപ്പോൾ മൊത്തം 8 വാഹനങ്ങളായി. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ വ്യക്തമായിട്ട് വളരെ സൗമ്യമായിട്ട് തന്നെ ചോദിച്ചത് ഈ വാഹനങ്ങൾ ആരുടെയാണ്? ഞാൻ പറഞ്ഞു ഇത് വർക്കിന് വന്നാണ്, ഇന്ന ആൾക്കാരാണ് ഇതിൻ്റെ ഓണേഴ്സ്, ഡീറ്റെയിൽസ് എഴുതാൻ പറഞ്ഞു. ഞാൻ ഡീറ്റെയിൽസ് എഴുതി കൊടുത്തു, അവരുടെ കോൺടാക്ട് നമ്പറും എല്ലാം എഴുതി കൊടുത്തു. ഇന്നിപ്പോൾ ഞാൻ ചെന്നപ്പോൾ ആ ഓരോ വ്യക്തികളും അവരവരുടെ വണ്ടികളുടെ ഡോക്യുമെൻറ്റ്സായി അവിടെ എത്തുകയും അവരെല്ലാം റിക്വസ്റ്റ് കൊടുത്തു. കാര്യം അത് മിക്ക വാഹനത്തിൽ ഒരു 4 എണ്ണം ഇന്ത്യൻ ഇൻവോയ്സ് ആയിരുന്നു, അതായത് ഇന്ത്യൻ ഷോറൂമിൽ നിന്ന് എടുത്ത വാഹനങ്ങളായിരുന്നു. പക്ഷെ ഇത് കാണുമ്പോൾ ഇതെല്ലാ വാഹനവും ഭൂട്ടാനോ അല്ലെങ്കിൽ ഞാൻ എൻ്റെ പേരിൽ കാണുമ്പോൾ ഈ 6-7 വാഹനങ്ങൾ ഞാൻ വിൽക്കാൻ വേണ്ടി കൊണ്ടാണെന്നാണ് അവരും ധരിച്ചിരുന്നത്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞ് ക്ലാരിഫിക്കേഷൻ എഴുതി കൊടുക്കുമ്പോഴാണ് അവർക്കും മനസ്സിലാവുന്നത്. അല്ല അമിത്, ശരി, അതായത് ഈ അമിത്തിന്റെ ഗരാഷിലുള്ള അമിത്തിന്റെ വാഹനം ഒഴികെയുള്ള ബാക്കി 6 വാഹനങ്ങളുടെ ഉടമസ്ഥരാരാണ്? എന്റെ ഗരാഷ് അല്ല, എന്റെ ഫ്രണ്ടിന്റെ ഗരാഷിൽ. ഓക്കെ,
അവിടെയുള്ള മറ്റ് ഫ്രണ്ടിന്റെ 6 ഗരാജാണ്. വാഹനങ്ങളുടെ ഉടമസ്ഥരെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങളൊക്കെ കസ്റ്റംസിന് അമിത് കൈമാറി അല്ലേ? എല്ലാം കൊടുത്തു, ശരി. എല്ലാം കൈമാറി. ഇന്നിപ്പോ ഓരോരുത്തരായിട്ട് അവരുടെ വണ്ടിയുടെ ഡോക്യുമെന്റ്സ് ആയി കസ്റ്റംസ് ഓഫീസിൽ വന്ന് സബ്മിറ്റ് ചെയ്യുന്നുണ്ട് അവര്. അല്ല, അപ്പോൾ സാധാരണ നിലയിൽ ഇതുപോലെ നമ്മളുടെ ഇടനിലയിൽ നിൽക്കുന്ന ഒരാളായിരിക്കും ഇതുപോലെ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവന്നതോ മോഡിഫൈ ചെയ്തതോ ആയിട്ടുള്ള ഈ വിൻറ്റേജ് സ്വഭാവത്തിലുള്ള വാഹനങ്ങളൊക്കെ നമ്മളിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ സാധാരണ നിലയിൽ നമ്മൾ പരിശോധിക്കേണ്ട രേഖകളെ കുറിച്ചായിരിക്കുമല്ലോ കസ്റ്റംസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബിൽ ഓഫ് എൻട്രി, താങ്കൾ പറഞ്ഞതുപോലെ കസ്റ്റംസ് ക്ലിയറൻസ് ബില്ല്, ഇതെല്ലാമാണല്ലോ വേണ്ടത്. ഈ രേഖകളൊക്കെ നേരത്തെ അമിത് ശേഖരിച്ചു വെച്ചിരുന്നില്ല എന്നല്ലേ ഇപ്പോൾ പറഞ്ഞത്? ഇപ്പോൾ ഇത് ചോദിച്ചപ്പോഴാണ് ഇതൊക്കെ ആവശ്യമുണ്ടെന്നുള്ള ഒരു ചോദിച്ചപ്പോഴാണ് ഇതൊക്കെ ആവശ്യമുള്ള രേഖകളാണെന്ന് മനസ്സിലായത്. കാര്യം അവര് വ്യക്തമായിട്ട് എനിക്ക് പറഞ്ഞു തന്നു അത് എന്തുകൊണ്ടാണ്. കാര്യം കസ്റ്റംസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അറിയേണ്ട കാര്യം ഈ പറയുന്ന വാഹനത്തിന്റെ ഈ രാജ്യത്തോട്ട് വന്നതിന്റെ ഒരു ഡീറ്റെയിൽസ് ആണ് ബിൽ ഓഫ് എൻട്രി, ബിൽ ഓഫ് ലാൻഡിങ്. ഇതാണ് അവർക്ക് അറിയേണ്ടത്. ഇപ്പോൾ RT ഓഫീസിൽ രജിസ്റ്റർ ചെയ്തേക്കുന്ന ഡോക്യുമെന്റ് ഇപ്പോൾ ആരെങ്കിലും ഫേക്ക് ചെയ്തിട്ട് ഒരു രജിസ്ട്രേഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന്റെ വരുന്ന ഡോക്യുമെന്റ്സ് ഒന്നും അതിലുണ്ടാവില്ല. കാര്യം ഒരുപാട് ഫേക്ക് രജിസ്ട്രേഷൻസ് നടന്നു എന്നാണ് ഇപ്പോൾ അവർ പറയുന്നത്. അപ്പം നമ്മൾ ഇതുവരെ ഞാനും ചിന്തിച്ചിട്ടിരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ വാഹനത്തിന്റെ RC ബുക്ക് ഉണ്ട്, ഇൻഷുറൻസ് ഉണ്ട്, അപ്പോൾ എല്ലാം ഓക്കെയാണ്. പക്ഷെ ഇന്ന രീതിയിലുള്ള സാധനങ്ങൾ വേണമെന്ന് സാറ് കറക്റ്റായിട്ട് പറഞ്ഞു തന്നുകൊണ്ടാണ് ഞാനും ഇതിന്റെ പുറകെ പോയി ഇന്ന് എനിക്ക് ഒപ്പിക്കാൻ പറ്റിയത്. ഈ സാധാരണ ഇപ്പോൾ ഞാൻ അമിത്തിന്റെ ചില സുഹൃത്തുക്കളൊക്കെ സംസാരിക്കുമ്പോൾ പറയുന്നത് വലിയ വാഹന പ്രേമിയാണ് അമിത് ചക്കാലക്കൽ. മാത്രമല്ല വാഹനത്തിന്റെ മെക്കാനിക്സ് അറിയാം, അതിന് അത്യാവശ്യം വേണ്ട പണികളൊക്കെ ചെയ്യാൻ അമിത്തിന് അറിയാം. എവിടെ ഇത്തരം പുതിയ വിൻറ്റേജ് ആയാലും ശരി, അല്ലെങ്കിൽ ഒരു പുതിയ വാഹനം മോഡൽ ഇറങ്ങുമ്പോഴൊക്കെ അതിനെപ്പറ്റി വളരെ ക്യൂരിയസ് ആയിട്ട് പഠിക്കുകയും അതിൻ്റെ ടെക്നോളജിയും അതിൻ്റെ മെക്കാനിക്സും ഒക്കെ പഠിക്കുകയൊക്കെ ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ പല ആളുകളും വാഹനം വാങ്ങുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് ഇതുപോലെയുള്ള വിൻറ്റേജ് വാഹനങ്ങളൊക്കെ വാങ്ങാൻ താല്പര്യമുണ്ടാകുമ്പോൾ അവർ അമിത്തിനെ ബന്ധപ്പെടാറുണ്ട് എന്നാണ്. ഇപ്പോൾ ഈ കസ്റ്റംസ് സംശയിക്കുന്ന അമിത് കോയമ്പത്തൂർ കേന്ദ്രീകരിച്ചൊരു ശൃംഖല ഇതിന് പിന്നിൽ ഇടനിലക്കാരായി പ്രവർത്തിക്കുന്നുണ്ട്. അവർക്ക് അവരുടെ ബാക്ക് എൻഡിൽ വേറൊരു വലിയ സംഘം, ഒരു വാഹന കള്ളക്കടത്ത് സംഘം പ്രവർത്തിക്കുന്നുണ്ട് എന്നൊക്കെയാണ്. അമിത്തിനോട് വാഹനങ്ങൾ ആവശ്യമുള്ള ആളുകൾ അമിത്തിനെ സമീപിക്കുമ്പോൾ അമിത് ചെയ്യാറുള്ളത് എന്താണ്? എങ്ങനെയാണ് അവരെ ഈ ലിങ്കിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുന്നത്? ഞാനൊരു എക്സാമ്പിൾ പറയാം. ഈ കഴിഞ്ഞ ദിവസം കസ്റ്റംസ് എൻ്റെ വീട്ടിൽ വന്ന് പോയതിന് ശേഷം എന്നോട് അങ്ങോട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ വൈകിട്ട് അവിടെ ചെന്ന സമയം എന്നോട് സാറ് വ്യക്തമായിട്ട് ചോദിച്ചു, അമിത്തെ ഈ കോയമ്പത്തൂർ ആൾക്കാരായിട്ട് എന്താണ് ബന്ധമെന്ന് ചോദിച്ചു എന്നോട്. അപ്പോൾ ഞാൻ ഈ പറയുന്ന കോയമ്പത്തൂർ ആൾക്കാരുടെ ആദ്യം കാണുന്നത് OLXൽ ഒരു പരസ്യം ഉണ്ടായിരുന്നു. അതായത് ഒരു വാഹനത്തിൻ്റെ അലോയ് വീലുകൾ 5 എണ്ണം വെച്ചിട്ട്, ലാൻഡ് ക്രൂസറിൻ്റെ അലോയ് വീലുകൾ വെച്ചിട്ട് ഫോർ സെയിൽ ഒരു 10,000 രൂപ എന്താണ് അതിന് കോട്ട് ചെയ്തിരുന്നത്. ഞാൻ ഏറ്റവും ആദ്യം അവരെ കോൺടാക്ട് ചെയ്യണത് ആ യൂസ്ഡ് അലോയ്ക്ക് വേണ്ടി ഞാൻ കോൺടാക്ട് ചെയ്തത്. അത് കഴിഞ്ഞ് ഞാൻ അവരുടെ അടുത്ത് നിന്ന് ഡോർ പാഡ് വാങ്ങി, പിന്നെ ഗിയർ ബോക്സിൻ്റെ കുറച്ച് പാർട്സ് ഉണ്ടായിരുന്ന യൂസ്ഡ് ഉണ്ടായിരുന്നതൊക്കെ വാങ്ങി. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്ന വളരെ മുമ്പാണ്. അത് ഇപ്പം ഈ ഒരു ഭൂട്ടാൻ വാഹനങ്ങളിൽ അവർ പെടുന്നതിന് മുമ്പ് ഞാൻ മാത്രമല്ല, കേരളത്തിൽ ലാൻഡ് ക്രൂയിസർ ഉപയോഗിക്കുന്ന ഒരു വ്യക്തി ഉണ്ടാവില്ല അവരുടെ നിന്ന് സാധനം വാങ്ങിക്കാത്തത്. കാര്യം അവരായിരുന്നു ഏറ്റവും അടുത്ത് നമുക്ക് കിട്ടാവുന്ന ഒരു സോഴ്സ്. ഇത് കഴിഞ്ഞ് എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു, അമിത്തെ ഇന്ന സാധനം വാങ്ങിച്ചിട്ടില്ലേ. കാര്യം ഞാൻ അവിടെ ചെല്ലുന്നതിന് മുമ്പ് തന്നെ കോയമ്പത്തൂരുള്ള ആൾക്കാരുടെ നിന്ന് എല്ലാ ഡീറ്റെയിൽസും അവരെടുത്തിട്ടുണ്ട്, സാർ എടുത്തിട്ടുണ്ട്. അപ്പോൾ സാർ ഞാൻ സാർ ഇന്ന സാധനം വാങ്ങിച്ചിട്ടുണ്ട്. ഇത് ആരെയും കണക്ട് ചെയ്ത് കൊടുത്തതല്ല. ഇപ്പം എൻ്റെ അടുത്തൊരു വാഹനം പണിയാൻ വേണ്ടി വരുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് 25-30 വർഷം പഴക്കമുള്ളതാണ്. ഇതൊന്നും ഇപ്പോൾ ബ്രാൻഡ് ന്യൂ എവിടെയും മാനുഫാക്ചർ ചെയ്യുന്നില്ല. ആകെയുള്ള ഞങ്ങൾ ഇന്ത്യയിലുള്ള ആൾക്കാർക്കുള്ള സോഴ്സ് എന്ന് വെച്ചാൽ എവിടെയെങ്കിലും വണ്ടി പൊളിക്കുകയോ ആക്സിഡൻറ്റ് വണ്ടിയിൽ നിന്നൊക്കെ മിച്ചം വരുന്നത് എവിടെന്നെങ്കിലും OLX വഴിയോ ഫേസ്ബുക്ക് വഴിയോ ഈ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാവും ഓണേഴ്സിൻ്റെ, അവരൊക്കെ പറയുമ്പോൾ ഉടനെ ആരാണ് ആദ്യം വാങ്ങിക്കുക എന്ന് പറഞ്ഞ് ഓടിപ്പോയി സാധനം അവരുടെ അടുത്ത് വാങ്ങിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വാങ്ങിച്ചാൽ മാത്രമാണ് നമ്മുടെ അടുത്ത് പണിയാൻ വന്ന വണ്ടി എത്രയും പെട്ടെന്ന് പണിയിരുന്ന് പോവുള്ളൂ. അപ്പോൾ അതിപ്പോൾ ആക്ച്വലി ഗറാജുകൾ ബാക്കിയുള്ള ആൾക്കാരുടെ ഇടയിൽ എൻ്റെ കയ്യിൽ വരുന്ന വണ്ടികൾ വേഗം പണി തീരാറുണ്ട്. കാര്യം വേറൊന്നുമല്ല ബ്രദർ, ഇപ്പോൾ ഓസ്ട്രേലിയയിലും ആഫ്രിക്കയിലും US ഉള്ള ആൾക്കാർ ഈ വണ്ടി നിരന്തരം ഉപയോഗിക്കുന്നവരുടെ ഒരു ഓണേഴ്സ് ഫോറം ഉണ്ട്. ഞാൻ രാത്രിയൊക്കെ ഇവിടെ പണിയണ സമയത്ത് വരുന്ന പ്രശ്നങ്ങൾ ഞാൻ ഈ ഓണേഴ്സിനോട് ഡിസ്കസ് ചെയ്യും. ഇതെന്താ ചെയ്യേണ്ടത്. അവരത് കറക്റ്റ് ഓരോന്ന് വീഡിയോസ് ആയിട്ട് പറയും. ഞാൻ ഇരുന്ന് പഠിച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ മെക്കാനിക്ക് രാത്രി ഇതെന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് ക്വസ്റ്റ്യൻ വെച്ചിട്ട് പോയാൽ രാവിലെ ഞാൻ ചെല്ലുമ്പോൾ അതിന് ഉത്തരമായിട്ടാണ് ഞാൻ ചെല്ലുന്നത്. ഞാൻ അത്ര ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് സത്യം പറഞ്ഞാൽ ചെയ്തുകൊണ്ടിരുന്നത് വെച്ചത്. അപ്പോൾ എൻ്റെ അടുത്ത് വരുന്ന വണ്ടി പല ആൾക്കാരും ഞാൻ ഈ വണ്ടി എൻ്റെ റെഡിയാക്കി അടിപൊളിയായിട്ട് കൊണ്ടുനടക്കുന്ന കണ്ടപ്പോൾ ഒരാൾ വന്നു, അയാളുടെ വണ്ടി ജീവൻ വെച്ചു, അയാളുടെ റെഫറൻസിൽ അടുത്ത വന്നു. അങ്ങനെയാണ് ഈ വണ്ടികളെല്ലാം വർക്കിന് വന്നത്. അതല്ല ഞാൻ ചോദിക്കുന്നത്, ഈ അമിത്തിന് ഈ കോയമ്പത്തൂർ ടീമുമായിട്ടുള്ള ഒരു കോൺടാക്ട് എത്ര കാലമായിട്ടുണ്ട്? അത് വളരെ സജീവമായിരുന്നു.
മാത്രമല്ല ഈ വാഹനം വേണമെന്ന ആവശ്യമുള്ളപ്പോൾ അമിത് അവരുമായി മാത്രമായിരുന്നോ അമിത് ഈ കോണ്ടാക്ട്സുകൾ ഉണ്ടായിരുന്നു? ഇല്ല, പറഞ്ഞോളൂ. ഇല്ല സാർ, ഇന്ന് വരെ ഞാൻ അവരുടെ അടുത്ത് വാഹനം വാങ്ങിയിട്ടില്ല. ഇന്ന് വരെ അവരുടെ അടുത്ത് ഒരു വാഹനം പോലും വാങ്ങിയിട്ടില്ല. അവരുടെ അടുത്തുനിന്ന് ഞാനും നമ്മളുടെ ഈ ഓണേഴ്സ് എല്ലാവരും എന്തെങ്കിലും പാർട്സ് ഒക്കെ അവർ വിൽക്കാനിടും. അവരുടെ OLX-ലും ഇതിലും വിടും. പിന്നെ നമുക്കും വാട്സാപ്പിൽ ഒരു അയച്ചു തരും ഇന്ന പാർട്സ് ഉണ്ടെന്ന്. അപ്പം നമ്മൾക്ക് എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ ഈ പാർട്സ് കുറച്ച് അവരുടെ അടുത്ത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. യൂസ്ഡ് അലോയ് വീല്, പിന്നെ നമ്മളുടെ ഗിയർ ബോക്സിന് കണക്ട് ചെയ്യാനുള്ളൊരു ഹബ്ബ്, പിന്നെ കണക്റ്റിംഗ് ഷാഫ്റ്റ്, അങ്ങനെയൊക്കെ ഉള്ളത് ഒടിഞ്ഞു കഴിഞ്ഞാൽ കിട്ടാൻ ഒരു മാർഗ്ഗമില്ല. അപ്പോൾ ഇന്ത്യയിൽ അവർ മാത്രമല്ല, പല യൂസ്ഡ് സാധനങ്ങൾ ഇപ്പോൾ ഡൽഹിയിൽ ഒരാളുണ്ട്, പഞ്ചാബിലുണ്ട്. അവരുടെ അടുത്തൊക്കെ നമ്മൾ ചോദിക്കും ഇന്ന സാധനങ്ങൾ വേണമെന്ന് പറയുമ്പോൾ ഇവർ ആരെങ്കിലുമൊക്കെ കണക്ട് ചെയ്ത് ഈ സാധനങ്ങൾ നമുക്ക് അയച്ചു തരും. ശരി അമിത്, വണ്ടി പറഞ്ഞതുപോലെ മറ്റൊരു ഉദാഹരണം ഞാൻ അമിത്തിനോടൊന്ന് ചോദിക്കാം. അമിത്, എനിക്കൊരു വിന്റേജ് കാർ വേണം. ഞാൻ അമിത്തിനോട് പറയുകയാണ്, അമിത് എങ്ങനെ അത് എനിക്ക് അറേഞ്ച് ചെയ്ത് തരും? ഞാൻ വണ്ടി അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടില്ല ഇന്നുവരെ ആർക്കും. കാര്യം ഞാൻ മെയിൻലി ടെക്നിക്കൽ സപ്പോർട്ട് കൊടുത്തിട്ടേ ഉള്ളൂ. കാര്യം എൻ്റെ അടുത്ത് വാഹനങ്ങൾ റെഡിയാക്കാൻ വരുന്നതിന് റെഡിയാക്കി കൊടുത്തിട്ടേ ഉള്ളൂ. ഞാൻ വാഹനം വിറ്റ് കൊടുത്തിട്ടില്ല. പക്ഷേ ഈ സാറ്, കസ്റ്റംസ് എന്നുള്ള സാറ് വന്നപ്പോൾ തന്നെ എൻ്റെ ഫോൺ എടുത്തിട്ട് LC, അത് ലാൻഡ് ക്രൂസർ നടിച്ചപ്പോൾ ഒരുപാട് ആൾക്കാരുടെ പേര് വന്നു. അപ്പോൾ അതിലൊക്കെ മിക്ക ആൾക്കാർ എന്നോട് ഈ ഭൂട്ടാൻ വെഹിക്കിൾസിൻ്റെയും ഇതിൻ്റെ എല്ലാം എൻക്വയറി ചോദിച്ച സമയത്ത് ഞാൻ തന്നെ അവരുടെ അടുത്ത് ഇതൊക്കെ വലിയ പ്രശ്നത്തിൽ വരുമെന്നുള്ള വോയിസ് നോട്ട്സ് വരെയും സാർ ഉൾപ്പെടെ ഇരുന്ന് കേട്ടതാണ്. കാര്യം നമ്മളും പറയാറുണ്ട്, കാര്യം നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, നോർത്ത് ഇന്ത്യയിൽ ഒരുപാട് ആൾക്കാർ അവരുടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം പേജിൽ തന്നെ ഭൂട്ടാൻ എന്നുള്ള വാഹനങ്ങൾ നമ്പർ പ്ലേറ്റ് ഇല്ലാത്തതൊക്കെ വിൽക്കാനുണ്ടെന്ന് പറഞ്ഞ് നിരവധി പേജിൽ ഇടാറുണ്ട്. ഇതൊക്കെ കുറേ ആൾക്കാർ വാങ്ങിക്കൊണ്ട് വന്നിട്ടുമുണ്ട്. ഇത് അവിടെ ഒന്നും ചിലപ്പോൾ ഇത്ര സ്ട്രിക്റ്റ് അല്ലാത്തതുകൊണ്ടായിരിക്കാം ഓപ്പൺലി പല ഇൻസ്റ്റാഗ്രാം പേജിലും പോസ്റ്റ് ചെയ്യാറുണ്ട്. പിന്നെ ഇതിൽ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സംശയം തോന്നിയ കാര്യം, ഞാനൊരു 7-8 വർഷമായിട്ട് ടൊയോട്ട ലാൻഡ് ക്രൂസർ എന്ന് പറഞ്ഞ ഗ്രൂപ്പിലുണ്ട്, പിന്നെ ഇമ്പോർട്ട്സ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞ ഗ്രൂപ്പിലുണ്ട്. അപ്പോൾ ഇതിലൊക്കെ കഴിഞ്ഞ ഒരു 7-8 വർഷമായിട്ട് കാണാത്ത അത്രയും വാഹനങ്ങളാണ് കഴിഞ്ഞ ഒരു വർഷമായിട്ട് പല ആൾക്കാർ അവിടെ സ്പോട്ട് ചെയ്ത് ഇവിടെ സ്പോട്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞ് സെൻഡ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഈ 8 വർഷം കൊണ്ട് ഇമ്പോർട്ട് ചെയ്യാനുള്ള ലൈസൻസ് ഇവർക്ക് ആർക്കും ഇല്ല. മീൻസ് അങ്ങനെ ബാൻഡാണ്. പിന്നെ ഇത് വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിരുന്നു ഇത് ഇല്ലീഗലായിട്ട് വന്നാണെന്ന് തന്നെ. ഓക്കെ അമിത്, ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഈ ഇടയ്ക്കൊരു സമയത്ത് ഇപ്പം അമിത് ഇന്ന് ചെന്നിട്ട് അമിത്തിൻ്റെ വാഹനത്തിൻ്റെ ഈ ബാക്ക് റെക്കോർഡ്സും ഡോക്യുമെന്റ്സും ഒക്കെ കൊടുത്തു. ആ എക്സൈറ്റ്മെന്റിലാണ് കസ്റ്റംസ് ഉദ്യോഗസ്ഥരെ കാണാൻ പോയതെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇന്ന് രാവിലെയൊക്കെ തുടക്കത്തിൽ വന്നിരുന്ന വാർത്ത ഈ ഏജന്റുമാരുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് ഉള്ള ആളാണ് അമിത് ചക്കാലക്കൽ എന്ന് കസ്റ്റംസിന് സംശയമുണ്ട്. താങ്കളെ കേന്ദ്രീകരിച്ചിട്ട് വലിയ അന്വേഷണങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്ന നിലയിലായിരുന്നു ആ വാർത്തകളൊക്കെ. അമിത് ചക്കാലക്കൽ കണ്ടിരുന്നു, താങ്കൾക്ക് എന്ത് തോന്നി? ഞാൻ കണ്ടിരുന്നു സാർ, ഞാൻ കണ്ടിരുന്നു. കാര്യം ആ പറയുന്ന കാര്യങ്ങൾ മീഡിയയിൽ പല രീതിയിലും വരുന്നുണ്ടായിരുന്നു. പക്ഷെ സത്യാവസ്ഥ അന്ന് എൻ്റെ അടുത്ത് ഇവർ ചോദിച്ചത്, അതായത് അന്ന് വീട്ടിൽ വന്ന് വാഹനങ്ങളുടെ കാര്യത്തിന് വന്ന് വൈകിട്ട് വിളിപ്പിച്ചപ്പോൾ തന്നെ എന്നോട് വളരെ മാന്യമായിട്ടാണ് ചോദിച്ചത്, ഇവരായിട്ട് എന്താ ബന്ധമുള്ളത്, ഇന്നിന്ന സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. കാര്യം ഈ പുള്ളീനെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അവിടെ വിളിച്ചിട്ട് അയാൾ കേരളത്തിൽ ആർക്ക് എന്തൊക്കെ കൊടുത്തുന്നുള്ളതിൻ്റെ ഒരു ലിസ്റ്റ് തന്നെ അവരുടെ അടുത്തുണ്ട്. ഞാൻ എന്തൊക്കെ വാങ്ങിയിട്ടുള്ളതിൻ്റെ ലിസ്റ്റ് അവരുടെ അടുത്തുണ്ട്. ഞാൻ ഒരു സാധനം വിട്ടുപോയപ്പോൾ എന്നോട് അവർ ഇങ്ങോട്ട് പറഞ്ഞു ഇന്നതും വാങ്ങിയിട്ടില്ലേന്ന്. സർ, ദേ ഹാവ് പ്രോപ്പർ റെക്കോർഡ്സ്. അത് ഞാൻ വാങ്ങിക്കുന്നത് എന്താണ് എന്നുള്ളത് അവർക്ക് കറക്റ്റ് ഡീറ്റെയിൽസ് ഉണ്ട്. അത് ഞാൻ തന്നെ അവരുടെ അടുത്ത് പറയുകയും ചെയ്തു. അതിൽ വാഹനങ്ങൾ വാങ്ങിയിട്ടില്ല എന്നുള്ളതും അവർക്കും വ്യക്തമായിട്ട് അറിയാം. ശരി, ഇപ്പോൾ വന്നിരിക്കുന്ന മറ്റൊരു കാര്യം ഈ മാഹിൻ അൻസാരിക്ക് വേണ്ടിയുള്ള തിരച്ചിലിനെ കുറിച്ചാണ്. അസം സ്വദേശിയുടെ പേരിൽ വന്നിരിക്കുന്ന ഒരു വാഹനം, അതിൻ്റെ ഫസ്റ്റ് ഓണർ എന്ന് പറയുന്നത് മലയാളിയാണെന്നും മൂവാറ്റുപുഴ സ്വദേശി മാഹിൻ അൻസാരിയാണെന്നും അയാളെ കേന്ദ്രീകരിച്ചിട്ടുള്ള അന്വേഷണങ്ങൾ നടക്കുന്നു എന്നൊക്കെയാണ്. ഈ പേര് കേൾക്കുകയോ ഇയാളെക്കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങളോ അമിത്തിന് അറിയാമോ? ഇല്ലില്ല, ഞാൻ കേട്ടിട്ടുമില്ല, ഇവരെ കുറിച്ച് എനിക്ക് അറിയത്തുമില്ല. ശരി, ശ്രീ ഉപേന്ദ്രനാരായൺ, സാധാരണ നിലയിൽ സർ നമ്മൾ ഈ റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചർച്ച ചെയ്യാറുള്ളത്. പക്ഷേ ഇന്നിപ്പോൾ ഈ വാഹനങ്ങൾ എത്രത്തോളം ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള വാഹനങ്ങളാണ് നമ്മുടെ നിരത്തുകളിൽ ഓടുന്നത് എന്ന കാര്യത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടി വരുന്നൊരവസ്ഥ ഉണ്ടായിരിക്കുന്നു. ഭൂട്ടാനിൽ മാത്രമല്ല പല വിദേശ രാജ്യങ്ങളിൽ, ഇപ്പോൾ വിദേശ രാജ്യത്ത് നിന്ന് ഞാൻ വായിച്ച് മനസ്സിലാക്കിയതാണ്, ഒരു വാഹനം നമ്മൾ ഈ രാജ്യത്തേക്ക് കൊണ്ടുവരണമെങ്കിൽ സ്വന്തം ഉപയോഗിക്കുന്ന വാഹനം 3 വർഷം കൊണ്ട് ഉപയോഗിച്ചതിൻ്റെ രേഖകൾ സഹിതം ഒരു 100%, 200% ഒക്കെ നികുതി അടച്ചുകൊണ്ട് മാത്രമേ കസ്റ്റംസ് ക്ലിയറൻസ് നടത്തി ഒരു വാഹനം നമ്മുടെ രാജ്യത്തേക്ക് കൊണ്ടുവരാൻ കഴിയൂ. അവിടെയാണ് ഭൂട്ടാനിലെ സൈനികർ ഉപേക്ഷിച്ച വാഹനങ്ങൾ എന്ന പേരിലും അല്ലാതെ മോഷ്ടിക്കപ്പെട്ട വാഹനങ്ങളുമൊക്കെ കള്ളക്കടത്തായി ഇവിടെ കൊണ്ടുവരികയും നമ്മുടെ നാട്ടിലുള്ള ആളുകൾ വരെ, വാഹനപ്രേമികളായ ആളുകൾ വരെ അത് രേഖകളുടെ കാര്യങ്ങളൊക്കെ എത്രത്തോളം പരിശോധിച്ചു എന്നുള്ള അവർ ഉപയോഗിക്കുക ചെയ്യുന്ന വിവരങ്ങൾ വരുന്നത്. ഇത് എങ്ങനെ സംഭവിക്കുന്നുണ്ടാകാം എന്നാണ് താങ്കൾ കരുതുന്നത്? ഇപ്പോൾ ഈ
ഈ വാഹനം ഉപയോഗിക്കുന്ന ആളുകൾ അവർ ഈ കാര്യത്തിൽ നിരപരാധികളായി പരിഗണിക്കപ്പെടുമോ നിയമത്തിന്റെ മുന്നിൽ? അതായത് നമ്മുടെ രാജ്യത്ത് വിദേശ നിർമ്മിത പ്രീമിയം വെഹിക്കിൾസ് ഇത് ഡീലർഷിപ്പ് തുടങ്ങുന്നതിന് മുമ്പേ ഉള്ള സംഭവങ്ങളാണ് കൂടുതലും. ഇപ്പോൾ ഞാൻ 1983 ഒമാനിൽ നിന്ന് മെർസിഡസ് ബെൻസ് ഇമ്പോർട്ട് ചെയ്ത ആളാണ് 83. അപ്പോൾ ഇതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയെന്ന് പറഞ്ഞാൽ ഗോപികൃഷ്ണൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആദ്യം ഒരു കസ്റ്റംസ് ക്ലിയറൻസ് പെർമിറ്റിന് എടുക്കണം. അത് എപ്പോൾ കിട്ടുമെന്ന് വെച്ചാൽ നമ്മുടെ ട്രാൻസ്ഫർ ഓഫ് റെസിഡൻസ്. നമ്മളിപ്പോൾ ഞാൻ ഒമാനിലായിരുന്നു, ഒമാനിലെ എൻ്റെ ജീവിതം മതിയാക്കി ഞാൻ ഇന്ത്യക്ക് തിരിച്ചു വരികയാണ്. അപ്പോൾ അന്ന് ഒരേ ഒരു സോഴ്സേ ഉള്ളൂ, അതാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ട്രാൻസ്ഫർ ഓഫ് റെസിഡൻസിന് വേണ്ടി നമ്മൾ അപേക്ഷിച്ചു, നമുക്കത് കിട്ടി കഴിയുമ്പോൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു വാഹനം, സ്വന്തം പൈസ കൊടുത്ത് വാങ്ങിയ വാഹനം, അത് നമുക്ക് ഇന്ത്യയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അതിന് അത്യാവശ്യം വേണ്ടതാണ് കസ്റ്റംസ് ക്ലിയറൻസ് പെർമിറ്റ്. അത് ഡൽഹിയിൽ മിനിസ്ട്രി ഓഫ് കോമേഴ്സിൽ നിന്ന് മാത്രമേ കിട്ടുള്ളൂ. അത് ഞാൻ പോയി ഡൽഹിയിൽ അപേക്ഷിച്ചു, എനിക്ക് കിട്ടി. ഞാനത് ഒമാനിൽ നിന്ന് അത് ഷിപ്പ് ചെയ്തു, കൊച്ചി വന്നു, കസ്റ്റംസ് ഡ്യൂട്ടി കൊടുത്തു. അപ്പോൾ അന്ന് എനിക്ക് തോന്നുന്നു 140% ഡ്യൂട്ടിയാണ്. അതായത് അതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് ബേസിക് കോസ്റ്റിൻ്റെ 140% കസ്റ്റംസ് ഡ്യൂട്ടി കൊടുക്കുമ്പോഴാണ് ഈ വാഹനം വെളിക്കോട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ പാസ്പോർട്ട് അവിടെ കാണിക്കണം, CCP കസ്റ്റംസ് ക്ലിയറൻസ് പെർമിറ്റ് കാണിക്കണം. അതേപോലെ തന്നെയാണ് വെഹിക്കിളിൻ്റെ ഈ പറഞ്ഞ ബേസിക് വാല്യൂ. അപ്പോൾ ഇതെല്ലാം കാണിച്ചാൽ മാത്രമാണ് കസ്റ്റംസിൻ്റെ കളക്ടർ വന്നിട്ട് അല്ലെങ്കിൽ പ്രിവൻറ്റീവ് ഓഫീസർമാർ വന്നിട്ട് വണ്ടി തറവായിട്ട് എക്സാമിൻ ചെയ്യും. ഇതിനകത്ത് വല്ല മയക്കുമരുന്നുണ്ടോ, സ്വർണ്ണമുണ്ടോ, വേറെ എന്തെങ്കിലും ഉണ്ടോ, അതോ ഈ ചില മാനിപ്പുലേഷൻ ചില ഡീലർമാർ ചെയ്യാറുണ്ട്. ഇപ്പോൾ എൻ്റെ 240D ആണ്, ചിലർ 200 എന്നും പറഞ്ഞ് അതേ ബോഡി ഷെയിലുള്ള വണ്ടി കൊണ്ടുവരാറുണ്ട്. അപ്പോൾ അതൊക്കെ അവർ കറക്റ്റായിട്ട് ചെക്ക് ചെയ്തിട്ട് നമുക്ക് ഇത് രജിസ്റ്റർ ചെയ്യാനായിട്ടുള്ള അനുമതി തരും. അപ്പോൾ എൻ്റെ പാസ്പോർട്ട് ആലപ്പുഴ ജില്ലയിലായതുകൊണ്ട് ഞാൻ ആലപ്പുഴ ജില്ലയിൽ RTOയെ കാണിച്ചു. അദ്ദേഹം വണ്ടി തറവായിട്ട് ഇൻസ്പെക്ട് ചെയ്ത് ചേസിസ് നമ്പർ, എൻജിൻ നമ്പർ, പ്രീവിയസ് ആയിട്ടുണ്ടായിരുന്ന RC ബുക്ക് ഇതെല്ലാം കാണിച്ച് വണ്ടി രജിസ്റ്റർ ചെയ്ത് മേടിച്ചു. അപ്പം ഞാൻ ഗവൺമെൻറ്റിന് എൻ്റെ വണ്ടിക്ക് ഒമാനിൽ അന്ന് 3 ലക്ഷം രൂപ വില ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അതിൻ്റെ 160% ഡ്യൂട്ടിയും കൂടെ കൊടുത്തിട്ടാണ് വണ്ടി ഇവിടെ ഇമ്പോർട്ട് ചെയ്തത്. പക്ഷേ ഈ കച്ചവടങ്ങളിൽ ഇപ്പം ഈ പറഞ്ഞ നമ്മുടെ ഭൂട്ടാൻ അല്ലെങ്കിൽ നേപ്പാളിൽ നിന്നൊക്കെ വണ്ടി ഇറങ്ങുമ്പോൾ ഈ ഡ്യൂട്ടി ഒന്നും കൊടുക്കാതാണ് ഇറങ്ങുന്നത്. അപ്പോൾ അങ്ങനെ ഈ രാജ്യത്തിന് ഭീമമായ തുക കസ്റ്റംസ് ഡ്യൂട്ടി ഇനത്തിൽ നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. അതുകൂടാതെ നമ്മുടെ അയൽ രാജ്യത്തിൽ നിന്ന് ഈ ഇന്ത്യ മഹാരാജ്യത്തേക്ക് വരുമ്പോൾ നമ്മുടെ ബോർഡർ ചെക്ക് പോസ്റ്റിലൊന്നും കാര്യമായ ചെക്കിങ് നടക്കുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതയും കൂടി ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. കാര്യം ഇതിപ്പോൾ നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് ഒരു വണ്ടി പാലക്കാട് വന്നാലോ പാലക്കാട്ടുകാരൻ കോയമ്പത്തൂർ പോയാലോ ആ രീതിയിലാണ് ഭൂട്ടാനിലെ ഒരു വണ്ടി നിരന്തരമായിട്ട് അടുത്ത നമ്മുടെ ഇന്ത്യയുടെ ഏതെങ്കിലും ഒരു ബോർഡർ ഡിസ്ട്രിക്റ്റിലേക്ക് വരുമ്പോൾ നമ്മൾ നോക്കുന്നത്. അങ്ങനെ വരുന്ന വണ്ടി പലപ്പോഴും അത് ഇട്ടിട്ട് പോവുക, അല്ലെങ്കിൽ ഇപ്പോൾ ഡിഫൻസിൻ്റെ വണ്ടി, ഡിഫൻസ് ഓഫീസേഴ്സ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന വണ്ടികൾ, അതായത് ബ്രിഗേഡിയർ ആൻഡ് എബോ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് ഡിഫൻസ് സ്പെസിഫിക്കേഷനാണ്, അത് സിവിലിയൻസിന് കിട്ടുന്ന വണ്ടിയല്ല. അപ്പോൾ അങ്ങനെ എത്രത്തോ 150-200 വണ്ടികൾ ലാൻഡ് റോവറിൻ്റെ ഇത് പറഞ്ഞ ഡിഫൻസ് സ്പെസിഫിക്കേഷൻ വണ്ടികൾ നമ്മുടെ ഡിഫൻസ് ഫോഴ്സ് ഓഫ് ഈ പറഞ്ഞ ഭൂട്ടാൻ അവിടുന്ന് ആരോ ഓപ്ഷനിലെടുത്തിട്ട് ഈ ഇന്ത്യ മഹാരാജ്യത്തേക്ക് കടത്തിയിട്ടുണ്ട് ഇല്ലീഗലായിട്ട്. അവിടെ മാത്രമല്ല സർ, 1 ലക്ഷത്തിന് വാങ്ങുന്ന വാഹനം 10 ലക്ഷത്തിനും 30 ലക്ഷത്തിനും 45 ലക്ഷത്തിനും ഒക്കെയാണ് ഇവിടെ വിൽക്കുന്നത്. അതെ, അത് ഭീമമായ ലാഭം അവരുണ്ടാക്കുന്നു. അത് നമുക്ക് സംബന്ധമില്ല. നമ്മുടെ സംബന്ധം എന്താ? ഈ 160 വണ്ടി ഭൂട്ടാനിൽ നിന്ന് മറ്റൊരു രാജ്യത്ത് ഇന്ത്യക്ക് വരുമ്പോൾ രാജ്യത്തിന് കിട്ടാനുള്ള കസ്റ്റംസ് ഡ്യൂട്ടി അവർ പേ ചെയ്തിട്ടില്ല, അവർ CCP എടുത്തിട്ടില്ല. ഇതിൻ്റെ പിന്നിൽ ആദ്യത്തെ ഞാൻ പറഞ്ഞു, എനിക്ക് പാസ്പോർട്ട് ഉണ്ടായിരുന്നു, ഇത് കൊണ്ടുവന്ന ആളിന് പാസ്പോർട്ട് ഉണ്ടോ ഇല്ലയോ എന്നറിയില്ല. ഇത് എനിക്ക് തോന്നുന്നു ഷിംല റൂറൽ, അതായത് HP 52 എന്നുള്ള RTO മാത്രമാണ് ഇത്രയും വാഹനങ്ങളും രജിസ്റ്റർ ചെയ്ത് ഇന്ത്യ മഹാരാജ്യത്തേക്ക് വിടുകയും അപ്പോൾ അവിടുന്ന് നമ്മളിപ്പോൾ NOC വാങ്ങിയിട്ട് മറ്റ് പല സ്റ്റേറ്റിലും വന്ന്. അത് മാത്രമല്ല സാർ, ഈ വിദേശ രാജ്യങ്ങളിൽ നിന്ന് മോഷ്ടിക്കുന്ന വാഹനങ്ങൾ കംപ്ലീറ്റ് ഡിസ്മാൻഡിൽ ചെയ്ത് ഇടിച്ച് പൊളിച്ച് അത് ഭൂട്ടാനിൽ എത്തിച്ച് അത് സൈന്യത്തിന്റെ റോയൽ ആർമിയുടെ വാഹനമാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് അത് കടത്തിക്കൊണ്ടുവന്ന് അതിൽ ഇന്ത്യൻ സേനയുടെയും ഒക്കെ പല അല്ലെങ്കിൽ വിവിധ എംബസികളുടെയും ഒക്കെ വ്യാജ സീലുകൾ ഉണ്ടാക്കി അങ്ങനെ വലിയ ഒരു
മാഫിയ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് സംശയിക്കാവുന്ന തരത്തിലാണല്ലോ ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളൊക്കെ. അപ്പോൾ ഇങ്ങേയറ്റത്ത് പൈസയുള്ള അല്ലെങ്കിൽ വാഹനപ്രേമികളായ ഇത്തരം വിൻറ്റേജ് കാറുകളോ അല്ലെങ്കിൽ താങ്കൾ പറഞ്ഞതുപോലെ സൈന്യം ഉപയോഗിച്ച വാഹനങ്ങളോ ഒക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഇതിൻ്റെ മറ്റ് നടപടിക്രമങ്ങളോ ഇതിൻ്റെ പിന്നാമ്പുറ കഥകളോ ഒന്നും അറിയാതെ ഒരു ഡീലറെ വെച്ച് അവർക്ക് പണം നൽകി അവരുടെ മോഹവില കൊടുത്ത് ഈ വാഹനം കൈവശപ്പെടുത്തുകയാണ്. അവിടെ എന്ത് നിയമം, എന്തൊക്കെ രേഖകൾ വേണം എന്ന കാര്യങ്ങളിലൊക്കെ അജ്ഞത ഇപ്പോൾ അമിത് ചക്കാലക്കലിനെ പോലെ അദ്ദേഹം ഇക്കാര്യത്തിൽ ഒരു എക്സ്പെർട്ടായ ആളാണ്. അദ്ദേഹത്തിന് പോലും ഈ പറയുന്ന കാര്യങ്ങൾ ബിൽ ഓഫ് എൻട്രിയും കസ്റ്റംസ് ക്ലിയറൻസ് ബില്ലും ഒക്കെ വേണമായിരുന്നു എന്ന വിവരം അദ്ദേഹത്തിനോട് കസ്റ്റംസ് പറയുമ്പോഴാണ് കിട്ടുന്നത്. അപ്പോൾ ഇതിനകത്ത് വലിയ തട്ടിപ്പ് നടക്കുന്നെന്ന് മാത്രമല്ല നിയമത്തെക്കുറിച്ചിട്ടുള്ള അജ്ഞത കൂടി ഇതിന് ഭാഗമാകുന്നുണ്ട്. അതെ, വളരെ ശരിയാണ് ഗോപികൃഷ്ണ. കാര്യം ഇത് നിയമത്തിൻ്റെ അജ്ഞത അത് ജനങ്ങൾക്ക് അറിയില്ല. ഈ വണ്ടി എങ്ങനെ ഇമ്പോർട്ട് ചെയ്യപ്പെടുന്നു, ഇതിന് എന്തൊക്കെ ഫോർമാലിറ്റീസ് നമ്മൾ ചെയ്യണം, എത്ര കസ്റ്റംസ് ഡ്യൂട്ടി കൊടുക്കണം, ഇതൊന്നും കാര്യമായിട്ട് അറിയത്തില്ല. ഇതൊരാൾ ഇമ്പോർട്ട് ചെയ്ത ഒരാളിന് മാത്രമേ ഇത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റുള്ളൂ. അതുകൂടാതെ UK, അതായത് നമ്മൾ റൈറ്റ് ഹാൻഡ് ഡ്രൈവ് കൺട്രീസ് എവിടെയൊക്കെ ഉണ്ടോ, സിംഗപ്പൂർ റൈറ്റ് ഹാൻഡ് ഡ്രൈവാണ്, പാകിസ്ഥാൻ റൈറ്റ് ഹാൻഡ് ഡ്രൈവാണ്. പക്ഷേ പാകിസ്ഥാനിൽ നിന്ന് വണ്ടി വരില്ല, കാര്യം അവിടെ വണ്ടിക്കൊക്കെ വലിയ വിലയാണ്. ഏറ്റവും കൂടുതൽ വണ്ടി മോഷ്ടിക്കപ്പെടുന്നത് UK-യിൽ നിന്നാണ്. അവിടുന്ന് നേരെ വണ്ടി ഫ്രാൻസിലെത്തുക, അവിടുന്ന് ബൈ റോഡ് ഓടിച്ചിട്ട് ഭൂട്ടാനിൽ വരിക, അവിടുന്ന് ഇന്ത്യ മഹാരാജ്യത്തേക്ക് ഇതേ രീതിയിൽ ഈ പറഞ്ഞ ഷിംല 52 ആ രജിസ്ട്രേഷനിലൊക്കെ ഒരുപാട് വണ്ടികൾ വന്നിട്ടുണ്ടെന്ന് ഇപ്പോൾ ലേറ്റസ്റ്റ് ആൾക്കാർ പറയുന്നുണ്ട്. പക്ഷേ കൂടുതൽ വാഹനങ്ങളും നമ്മുടെ നാട്ടിൽ ഡീലർഷിപ്പ് തുടങ്ങുന്നതിന് മുമ്പുള്ളതാണ്. അതായത് ക്ലാസിക് കാറ്റഗറി എന്ന് പറയും. വിൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1970 മുമ്പുള്ള വണ്ടികൾക്കാണ് വിൻറ്റേജ് എന്ന് പറയുന്നത്. 70 ശേഷമുള്ള ക്ലാസിക് മോഡൽസിനാണ് ഡിമാൻഡ് കൂടുതലും. ഇങ്ങനെ പുതുതലമുറ നമ്മുടെ ഫിലിം ഫെറ്റേണിറ്റി വലിയ താല്പര്യത്തോടെ ഇത് വാങ്ങും. കാര്യം ഇതൊരു റെയർ സാധനമാണ്. അപ്പോൾ ആ റെയർ വാഹനം ചെറിയ വിലയ്ക്ക് സന്തോഷത്തോടെ ഓടിച്ചു നടക്കുക, ഇങ്ങനെ ഒരു ക്രേസാണ്. ഈ വാങ്ങിയവരെല്ലാം കുറ്റവാളികളാണെന്ന് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. കാര്യം അവർ ഇതിൻ്റെ ബാക്ക് ഫയൽസ്, ഇത് ആര് ഇമ്പോർട്ട് ചെയ്തു, ഇതൊന്നും ആവശ്യമില്ലല്ലോ. കാര്യം ഇപ്പോൾ ഞാനൊരാളിനോടൊരു വണ്ടി മേടിച്ചാൽ അയാളുടെ എന്താ പറയുന്നത് ആധാർ കാർഡ്, അയാളുടെ RC ബുക്ക്, ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്കിപ്പോൾ വണ്ടി നമ്മുടെ പേരിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കിട്ടും. പക്ഷേ ഇതിൻ്റെ സ്റ്റോറി വന്നേക്കുന്നത് തെറ്റായ രീതിയിൽ വന്നേക്കുന്നത് എല്ലാം തന്നെ നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് ഈ ബോർഡർ സെക്യൂരിറ്റി VSFൻ്റെ ഭാഗത്ത് ബോർഡർ കസ്റ്റംസ് ചെക്ക് പോസ്റ്റില് അല്ല, അത് മാത്രമല്ലല്ലോ ഉപേന്ദ്രനാരായൺ സാർ, ഇതിന്റെ ഈ ഇടനിലക്കാർക്ക് ഇവിടെ ഹാൻഡ്ലേഴ്സ് ഉണ്ടോ, അവരെ സഹായിക്കുന്നവരുണ്ടോ, അതിലെ കമ്മീഷൻ പറ്റുന്നവരുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ സ്വാഭാവികമായും കസ്റ്റംസ് പരിശോധിക്കും. ഇപ്പോൾ നമ്മളോടൊപ്പം ഓട്ടോ ജേർണലിസ്റ്റായ ശ്രീ രാകേഷ് നാരായണനുണ്ട്. അദ്ദേഹത്തിന്റെ വണ്ടിപ്രാന്തൻ എന്ന് പറയുന്ന ആ ഫേസ്ബുക്ക് പേജിൽ അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഞാനിപ്പോൾ വായിക്കുകയാണ്. ഒരു വണ്ടി അന്ന് എങ്ങാനും വാങ്ങിയിരുന്നേൽ അമിത് ചക്കാലക്കലിനെ പോലെ, അമിത് കേൾക്കുന്നുണ്ടല്ലോ, അന്ന് വാങ്ങിയിരുന്നെങ്കിൽ പൃഥ്വിരാജ് ദുൽഖറിന്റെ കൂടെ ഒന്നുകൂടെ ഫേമസ് ആവാനുള്ള വകുപ്പുണ്ടായിരുന്നു. ജോക്സ് അപ്പാർട്ട്, ഇവിടെ സിസ്റ്റമാണ് പ്രശ്നം, വണ്ടി വാങ്ങിയവരല്ല. ഏത് സിസ്റ്റത്തെ കുറിച്ചാണ് രാകേഷ് നാരായണൻ പറഞ്ഞത് എന്നാണ് എനിക്ക് ഇനി ചോദിക്കാനുള്ളത്. ശ്രീ രാകേഷ് നാരായണൻ, ഓട്ടോ ജേർണലിസ്റ്റ് നമ്മളോടൊപ്പമുണ്ട്. ശ്രീ രാകേഷ്, ജോക്സ് അപ്പാർട്ട്, ഇവിടെ സിസ്റ്റമാണ് പ്രശ്നം, വണ്ടി വാങ്ങിയവരല്ല. ഏത് സിസ്റ്റമാണ് ഇവിടെ പ്രശ്നം? അതിനു മുന്നേ നമസ്കാരം. അമിത് ബ്രോ ഒഫൻസീവായിട്ട് എടുക്കരുത്, ഒരു തമാശയായിട്ട് അത് പറഞ്ഞാണ്. കാരണം ഇത് പറയണമെങ്കിൽ ഒരു തമാശയുടെ ചൂട് പിടിച്ചേ പറ്റുള്ളൂ. വണ്ടിപ്രാന്തന്മാരെല്ലാവരും കാശുകാരാണെന്നും കാശുകാർക്ക് മാത്രമുള്ള പ്രാന്താണ് വണ്ടിപ്രാന്ത് എന്നും ആരും കരുതുന്നു. അല്ല, എന്തോ അമിത് എന്തോ പറയുന്നുണ്ട്, അതുകൂടി കേട്ടിട്ട് പറഞ്ഞോളൂ. എന്താ അമിത്? ഓക്കെ, എനിക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ എൻ്റെ ഫ്രണ്ട്സും റിലേറ്റീവ്സും അയച്ചു തന്ന ട്രോൾ ഇതായിരുന്നു. ബ്രോ ഇട്ട ട്രോളായിരുന്നു എനിക്ക്. ഓക്കെ, കാശുള്ളവരുടെ മാത്രം പ്രാന്താണ് വണ്ടി പ്രാന്തും തെറ്റായ ധാരണയാണ്. അപ്പോൾ ഞാൻ ഒരുപാട് പോസ്റ്റുകൾ ഇങ്ങനെ ഫേസ്ബുക്കിലാണെങ്കിലും അല്ലെങ്കിൽ യൂട്യൂബിലാണെങ്കിലും കാണുമായിരുന്നു, അല്ലെങ്കിൽ അവിടെ ഇവിടെ കാണുമായിരുന്നു. എല്ലാവരും പറയുന്നത്, ഒരു റിട്ടയർഡ് SP ഉണ്ടല്ലോ വീഡിയോ ഒക്കെ ഉണ്ടാക്കുന്നത്, പുള്ളി പറയുന്നത് കേട്ടു, ഈ കാശ് കൊണ്ട് ചിലർക്കെങ്കിലും വീട് വെച്ച് കൊടുത്തു വിടുന്നൊക്കെ. എന്തുമാത്രം എന്താ പറയുക വിഡിത്തമാണ് പറയുന്നത് എന്നുള്ളതാണ്. കാരണം ഒരു വണ്ടി കാണുമ്പോൾ നമ്മളത് വാങ്ങാൻ വേണ്ടി ആഗ്രഹിച്ചിട്ട് ചിലപ്പോൾ കാശുണ്ടാവില്ല, കാശുണ്ടാവില്ലാതെ തന്നെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ തിരുമലയൊക്കെ ചെയ്തിട്ട് എവിടുന്നേലൊക്കെ കാശൊക്കെ സംഘടിപ്പിച്ചിട്ടാണ് നമ്മൾ വില കുറഞ്ഞ് കിട്ടുന്ന വണ്ടികൾ, എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള വണ്ടികൾ കാണുമ്പോൾ വാങ്ങാൻ പോകുന്നത്. ഒരു പക്ഷേ 10ാമത്തെയോ അല്ലെങ്കിൽ 9ാമത്തെയോ അല്ലെങ്കിൽ ഓണേഴ്സ് ആയിരിക്കും ഇതിൻ്റെ പേപ്പറിലുണ്ടാവുക. അപ്പോൾ നമ്മളിത് പോയി നോക്കുമ്പോൾ നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ എന്താ? ഇന്ത്യൻ ഭരണം പ്രകാരം അല്ലെങ്കിൽ ഭരണഘടന പ്രകാരം അല്ലെങ്കിൽ നമ്മുടെ RTO റൂൾസ് പ്രകാരം RC ബുക്ക് വേണം, ഇൻഷുറൻസ് വേണം, ടാക്സ് പേപ്പർ വേണം, ഉണ്ടെങ്കിൽ ഇപ്പോൾ ടാക്സ് RC ബുക്ക് തന്നെയാണ്. അതിന് കൂടെ പൊല്യൂഷൻ ടെസ്റ്റ് വേണം. അങ്ങനെ തന്നാൽ നമുക്കത് നമ്മുടെ പേരിലാക്കാനുള്ള ഓപ്ഷനായി അത് നമുക്ക് വാഹനത്തിലോ അല്ലെങ്കിൽ ഒരു ഏജന്റിനെയോ കണ്ട് നമ്മുടെ പേരിലാക്കാൻ പറ്റും. അത്രയും സിമ്പിളാണ് കാര്യങ്ങൾ.
അങ്ങനെ വാങ്ങുന്ന ഒരാൾക്ക് ഇപ്പോൾ നമ്മുടെ നാടിൻ്റെ കാര്യം പറഞ്ഞാൽ ഇപ്പോൾ ട്രാഫിക് അവബോധമില്ലാത്ത ആളുകളുണ്ട്, അതുപോലെ വണ്ടികൾ എങ്ങനെ വർക്ക് ചെയ്യുന്ന അറിയാത്ത ആളുകളുണ്ട്. എന്നാലും അവർക്കൊക്കെ മനസ്സിൽ വണ്ടികളുടെ സ്നേഹമൊക്കെ ഉണ്ടാവും. അങ്ങനെ വാങ്ങുന്ന ഒരാൾ എങ്ങനെയാണ് ഇമ്പോർട്ട് ചെയ്ത വണ്ടിയാണോ എന്ന് നോക്കാൻ വേണ്ടി അത്രയും ബാക്കിലേക്ക് പോവുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് രജിസ്റ്റർ ചെയ്ത RTO, സിസ്റ്റത്തിൻ്റെ കാര്യം പറയുന്നത്, ഇത് രജിസ്റ്റർ ചെയ്ത RTO, ഇത് കൊണ്ടുവന്നു എന്ന് പറയുന്ന ബോർഡറിലെ സെക്യൂരിറ്റി ഫോഴ്സ്, ഗവൺമെൻറ്, അതിൻ്റെ എല്ലാം ചുക്കാൻ പിടിക്കുന്ന ഗവൺമെൻറ്. അതുമാത്രമല്ല, ഇത് രണ്ടാമത് പേരിലേക്ക് മറ്റൊരാളുടെ പേരിലേക്ക് മാറ്റുമ്പോൾ വാഹനത്തിലെ വെബ്സൈറ്റ് അല്ലെങ്കിൽ RTO ഓഫീസുകൾ എല്ലാം ഈ സിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ ഇതിൻ്റെ ഭാഗമാണല്ലോ. ഇവരെല്ലാം തന്നെയാണ് ഇതിൻ്റെ പ്രശ്നം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് തന്നെയാണ് എൻ്റെ ഇതിൻ്റെ ഒരു ടേക്ക് എന്ന് പറയുന്നത്. അല്ല രാകേഷ്, ഈ നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു വാഹനം വാങ്ങിക്കാൻ വേണ്ടി അവിടുന്ന് ഇവിടുന്നും ഒക്കെ പണം തിരിമറി ചെയ്യുന്നു എന്ന് പറയുന്നത് ഒരു സ്പിരിറ്റിന് മനസ്സിലാക്കാം. പക്ഷെ അങ്ങനെയൊക്കെ കൊടുത്തു വാങ്ങുന്ന വാഹനം തന്നെ തിരിമറി ചെയ്ത് വന്നതാണെങ്കിലോ? അവിടെ ഞാൻ പറഞ്ഞത്, ഇപ്പോൾ RTO ഓഫീസിൽ പോയിട്ട് നമ്മൾ പേരിൽ മാറ്റിയിട്ടാണ് വണ്ടി വാങ്ങുന്നത്. ആരും വണ്ടി വാങ്ങിയിട്ട് അങ്ങനെ കൊണ്ടുവന്ന് ഓടിക്കുന്നില്ല. എൻ്റെ പേരിലാക്കാത്തൊരു വണ്ടി ഞാൻ ഓടിക്കാറില്ല, അല്ലെങ്കിൽ മറ്റൊരാളുടെ പേരിലെ വണ്ടി ഞാൻ ഓടിക്കാറില്ല. അത് മാറ്റാൻ പോകുമ്പോൾ ഒരു RTO ഓഫീസിൽ അവിടെ ഒരു മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ഡാറ്റാബേസ് ഉണ്ടല്ലോ. അത് ചെക്ക് ചെയ്തിട്ടാണ് ഇന്ന ആളാണ് ഇതിൻ്റെ പിന്നിലെ ഓണർ, ഇത് വാലിഡാണ്, റോഡ് ലീഗലാണ്, ഇത് മാറ്റിയിട്ട് അടുത്തൊരാൾക്ക് കൊടുക്കാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ഇതൊക്കെ മനസ്സിലായിക്കൊണ്ടല്ലേ അവർ നമ്മുടെ പേരിലേക്ക് ആക്കി തരുന്നത്. ആരും വണ്ടി വാങ്ങിയിട്ട് ഇപ്പോൾ ഭൂട്ടാനിൽ നിന്ന് കൊടുന്ന വണ്ടികൾ അങ്ങനെ കൊടുന്ന് ബോർഡറിൽ നിന്ന് എടുത്ത് കൊടുന്ന് ഇവിടെ ഓടിക്കുന്നില്ല. അത് വന്ന വഴികളെല്ലാം സിസ്റ്റമാണ്, ആ സിസ്റ്റത്തിലൂടെ കടന്നു വന്നതാണ്, അത്രയും ഫിൽറ്ററുകളിലൂടെ വന്നതാണ്. ആ ഫിൽറ്ററുകൾ വർക്ക് ചെയ്തിട്ടില്ല. അതാണ് ഞാൻ സിസ്റ്റമാണ് പ്രശ്നം എന്ന് പറയുന്നത്. അല്ല, ആ ഫിൽറ്ററുകളിലൂടെ വരുമ്പോൾ നിങ്ങളുടെ കൈവശം അവശ്യം വേണ്ട രേഖകളെ കുറിച്ചാണ് കസ്റ്റംസുകാർ അമിത് ചക്കാലക്കലിനെ ബോധവാനാക്കിയത്. ബിൽ ഓഫ് എൻട്രി, കസ്റ്റംസ് ക്ലിയറൻസ് ബിൽ അടക്കമുള്ള കാര്യങ്ങളുടെ കാര്യത്തിൽ അവിടെയാണ് ഞാൻ ഈ പറയുന്ന കാര്യം വരുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞ പേപ്പറുകളെല്ലാം തന്നെ ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന ആൾ RTO ഓഫീസിൽ നൽകിയിട്ടായിരിക്കും ആ വണ്ടി ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു RTO ഓഫീസിൽ രജിസ്റ്റർ ചെയ്തിരിക്കുക, ശരിയല്ലേ? അങ്ങനെ ചെയ്ത ഒരു വണ്ടിയുടെ പേപ്പറുകൾ കൈമറിഞ്ഞ് വരുമ്പോൾ ഈ പേപ്പറുകൾ വരണമെന്ന് അല്ലെങ്കിൽ വേണമെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ആളുകളാണോ നമ്മുടെ എല്ലാവരും, അല്ലെങ്കിൽ എല്ലാ വാഹന ഉടമകളും? അല്ലെങ്കിൽ ഇതിവിടെ എംബസിയിൽ നിന്ന് അല്ലെങ്കിൽ എംബസിയിലത്തെ ഉദ്യോഗസ്ഥൻ വിറ്റതാണോ, അതല്ലെങ്കിൽ ഇമ്പോർട്ട് ചെയ്ത വണ്ടിയാണോ? അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കി പോകാൻ അത്രമാത്രം ചിന്തിക്കുന്ന ആളുകളാണോ എല്ലാവരും? എനിക്കങ്ങനെ തോന്നുന്നില്ല. കാരണം 10-12 ഓണർ ഉണ്ട് ഈ വണ്ടിക്ക് എന്ന് കാണുമ്പോൾ തന്നെ 1-2 ആളുടെ പിന്നിലേക്ക് പോയി നോക്കാൻ പറ്റുമായിരിക്കും. അതിൻ്റെ പിന്നിലേക്ക് പോയി നോക്കാൻ മാത്രം അത്രയ്ക്കും ഒന്നും എന്താ പറയുക അവബോധവും ഇല്ല, അത്രയ്ക്കും ഒന്നും ചിന്താശേഷിയൊക്കെ ഉണ്ടായിരിക്കും. ഒഫൻസീവ് അല്ല, എന്നാലും അങ്ങനെയൊക്കെ പോകുമെന്ന് എനിക്ക് തോന്നുന്നു. ശരി രാകേഷ്, നമുക്ക് ബാക്കി കാര്യങ്ങൾ വഴിയെ ചർച്ച ചെയ്യാം. ശ്രീ TK രാജ്മോഹൻ, റിട്ടയർഡ് SP. രാജ്മോഹൻ സാർ, ഇവിടെ ഇപ്പോൾ NIA അന്വേഷിക്കാൻ പോകുന്നു. വിദേശ ബന്ധവും തട്ടിപ്പ്, ഈ റാക്കറ്റിന്റെ ഇടപാടുകൾ, മറ്റു കുറ്റകൃത്യങ്ങൾ സംബന്ധിച്ച കാര്യങ്ങൾ. ഇവിടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണത്തിന് വരികയാണ്. കാരണം ഇതിന്റെ പിന്നിൽ നടക്കുന്ന കള്ളപ്പണ ഇടപാടുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കാൻ. അതേപോലെ കസ്റ്റംസിന്റെ പ്രിവെന്റീവ് വിഭാഗം അന്വേഷണത്തിന് വേണ്ടി രംഗത്തുണ്ട്. ഇനി IB, ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ്, DRI, ഇങ്ങനെ തുടങ്ങി. അതേപോലെ തന്നെ GST വെട്ടിപ്പ് സംബന്ധിച്ച കാര്യങ്ങൾ ആദായ നികുതി വകുപ്പ് പരിശോധിക്കാൻ പോകുന്നു. ഇങ്ങനെ 7 കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ അന്വേഷണ റഡാറിനകത്തേക്ക് വന്നിരിക്കുകയാണ് ഓപ്പറേഷൻ നംഖോർ എന്ന കസ്റ്റംസിൻ്റെ ഈ പരിശോധന പദ്ധതി. അപ്പോൾ ഒരു കാര്യം, ഇതിനകത്തെ ഈ കള്ളപ്പണം വെളുപ്പിക്കൽ എന്നത് പ്രധാനമായി ഈ ശൃംഖലയ്ക്ക് പിന്നിൽ മറവിൽ നടന്നിട്ടുണ്ട് എന്ന് സംശയിക്കാവുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. കാരണം ഇതിന് ഈ ഒരു റിവേഴ്സ് ഹവാല തന്നെ ഇതിൻ്റെ ഭാഗമായി നടന്നിട്ടുണ്ട് എന്നാണ് കസ്റ്റംസ് ഇപ്പോൾ സംശയിക്കുന്നത്. എങ്ങനെയായിരിക്കാം ഇതിൻ്റെ ഒരു ഓപ്പറേഷൻ? ഏതൊക്കെ കാര്യങ്ങളാണ് ഇതിൽ പരിശോധിക്കപ്പെടേണ്ടത്? രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട ആശങ്ക ഉയർത്തുന്ന കാര്യങ്ങൾ ഈ വാഹന തട്ടിപ്പിന് പിന്നിൽ നടക്കുന്നുണ്ടോ? സ്വർണ്ണ മയക്കുമരുന്നിന് കടത്തിന് വേണ്ടി ഇത് ഉപയോഗിക്കുന്നുണ്ട് എന്നൊക്കെയുള്ള അന്വേഷണങ്ങളിൽ കഴമ്പുണ്ടോ? എങ്ങനെ വേണം ഇതിൻ്റെ അന്വേഷണവും പരിശോധനയും മുന്നോട്ട് പോകാൻ ഇനി? ശ്രീ ഗോപികൃഷ്ണൻ, ഈ ഇഗ്നോറൻസ് ഓഫ് ലോ ഒരു എക്സ്ക്യൂസ് അല്ല. കറക്റ്റ്. അതാദ്യം ഇഗ്നോറൻസ് ഓഫ് ലോ ഒരു എക്സ്ക്യൂസേ അല്ല. നമ്മളെ നിയമത്തിൻ്റെ മുന്നിൽ, ഇന്ത്യൻ നിയമവ്യവസ്ഥയുടെ മുന്നിൽ അങ്ങനെയല്ല. ഇപ്പം നമ്മൾ ഇതുവരെ ചർച്ച കേട്ടപ്പോൾ എല്ലാവരും പറയുന്നത് ഞങ്ങളൊന്നും അറിയില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇതൊന്നും അറിയില്ല. ഓക്കെ, അപ്പോൾ നമുക്കൊരു മുൻവിധിയെ വേണ്ട. കാരണം സാധാരണ പോലീസായാലും കസ്റ്റംസ് ആയാലും എൻഫോഴ്സ്മെൻ്റ് ആയാലും ഈ ഓഫീസേഴ്സ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുമ്പോൾ മുൻവിധിയേ ഇല്ല. ഇപ്പോൾ ആരും കുറ്റക്കാരാണെന്ന് ആരെയും പറയാനും പറ്റില്ല. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആൾക്കാർ അവരവരെ അഭിപ്രായങ്ങൾ പറഞ്ഞു. ഓക്കെ, വെൽ ഗുഡ്. അപ്പോൾ ഈ ഒരു മുൻവിധി ഇല്ലാതെ ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ്, എവിടെയാണ് പ്രശ്നം. ഇത് വരുന്ന കഴിഞ്ഞ 6 മാസത്തെ ഒരു ഇൻവെസ്റ്റിഗേഷൻ കൊണ്ട് കസ്റ്റംസ് മനസ്സിലാക്കിയിരിക്കുന്നത് ഇവിടെ സ്വർണ്ണക്കള്ളക്കടത്തുമാർ അല്ലെങ്കിൽ മറ്റ് കള്ളക്കടത്തുമാർ ഈ വാഹനക്കള്ളക്കടത്ത് ഒരു വലിയ റാക്കറ്റായി ഫോം ചെയ്തിരിക്കുകയാണ്. അത് സത്യമാണത്. അതിന് വളം വെച്ചു കൊടുത്തിരിക്കുന്നത് ഈ ഭൂട്ടാൻ, അതായത് ഈ ഭൂട്ടാനിലെ റോയൽ ആർമി ഓഫ് ഭൂട്ടാനിലെ അവരുടെ കുറച്ച് വെഹിക്കിൾ, ഇങ്ങനെ കണ്ടം ചെയ്യുന്ന വെഹിക്കിൾ 3 ഇയേഴ്സ് അവർ യൂസ് ചെയ്തതിന് ശേഷം അവർ ചില വെഹിക്കിൾ അങ്ങനെ ഓപ്ഷൻ ചെയ്യാറുണ്ട്. അങ്ങനെ കുറച്ച് വെഹിക്കിൾ ഇവിടെ വരാറുണ്ട്.
അതിൻ്റെ കെയർ ഓഫിൽ ഇവിടെ ഒരുപാട് കള്ള മുതലുകൾ, അതായത് ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും മോഷ്ടിച്ചു വന്ന കള്ള മുതലുകൾ ഇവിടെ ഇന്ത്യയിൽ കൊണ്ടുവന്ന് അസംബിൾ ചെയ്ത് അതിന് രേഖയുണ്ടാക്കിയിട്ട് പല റെക്കോർഡ്സും ഫോർജ് ചെയ്തിട്ടാണ് ഇവിടെ പല ആക്ടിവിറ്റീസ് നടത്തിയിരിക്കുന്നത്. സത്യമാണ്. അതിൽ നമ്മുടെ ചില സെലിബ്രിറ്റീസ് അറിഞ്ഞോ അറിയാതോ പെട്ടുപോയി. അൺഫോർച്ചുനേറ്റ്. അവരാരും കുറ്റക്കാരാണെന്ന് നമ്മളാരും പറയുന്നില്ല. പക്ഷെ നമ്മളതിൻ്റെ ട്രൂ സ്പിരിറ്റിൽ, അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ അഖണ്ഡതയെ ബാധിക്കുന്ന, നമ്മുടെ രാജ്യത്തിൻ്റെ നിയമാവലിക്ക് വിരുദ്ധമായിട്ട് പല കാര്യങ്ങൾ ഇവിടെ നടക്കുകയാണ്. അതിൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനും അതിൻ്റേതായ തെറ്റും പിഴയുണ്ട്. നമ്മൾ നേരത്തെ ഒരു പാനലിസ്റ്റ് പറഞ്ഞു, അതായത് അത് ഈ സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്. ഈ സിസ്റ്റത്തിൽ പുഴുക്കുത്തുകളുണ്ട്. അല്ല രാജ്മോഹൻ സാർ, ഞാൻ ഒരു ലേമാൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു കാര്യം ചോദിക്കട്ടെ. രാജ്മോഹൻ സാർ പറഞ്ഞു ഇഗ്നോറൻസ് ഓഫ് ലോ ഈസ് നോ എക്സ്ക്യൂസ്. അതൊരു ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ആണ് നമ്മളുടെ ലീഗൽ സിസ്റ്റത്തിന്റെ, സമ്മതിക്കുന്നു. പക്ഷേ ഒരു ഡോക്ടർ ഒരു മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്ത് വരുന്നു, നമ്മൾ ആ മരുന്ന് പോയി വാങ്ങുന്നു. ഈ ഡോക്ടർ വ്യാജനാണോ എന്ന് പരിശോധിക്കേണ്ട ഉത്തരവാദിത്തം രോഗിക്കുണ്ടോ ഡോക്ടർ രാജ്മോഹൻ സാർ? അല്ല, അതിന് ഞാൻ വേറൊന്ന് പറയാം. കാരണം ഒരു രോഗി ഒരു ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ അയാളുടെ റെപ്യൂട്ടേഷൻ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളൊരു വെഹിക്കിൾ വാങ്ങിക്കാൻ പോകുമ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് സിംഗിൾ ഓണർ വെഹിക്കിളിന് പോകുന്നത്? നമ്മളെന്താണ് മൂന്നാമത്തെ ഓണറാകുമ്പോൾ വി ആർ ഓൾ. ഞാനൊരു വാഹനം വാങ്ങിക്കും, ഞാനൊരു വാഹനം വാങ്ങിക്കാൻ പോകുമ്പോൾ ഞാനൊക്കെ പ്രിഫർ ചെയ്യുക സിംഗിൾ ഓണറാണ്. അല്ല, അപ്പോൾ സെക്കൻഡ് ഹാൻഡ് വെഹിക്കിൾ അത് രണ്ടാമത്തെ ഓണറാണ്. അപ്പം നമ്മൾ രണ്ടാമത്തെ ഓണർ ആരാണ് അന്വേഷിക്കും. അപ്പം നമ്മളൊരു വെഹിക്കിൾ എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ വെഹിക്കിളിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ അറിയാൻ ബാധ്യസ്ഥനാണ്. ഇപ്പം ഇതിലത്തെ പാനലിസ്റ്റ് ആദ്യം പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ശ്രീ അമിത് പറഞ്ഞു, അദ്ദേഹം വെഹിക്കിൾ വാങ്ങുമ്പോൾ അതിൻ്റെ ബാക്ക് ഫയൽ നോക്കിയിരുന്നില്ല. അപ്പോൾ ആ ബാക്ക് ഫയൽ നോക്കിയില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ വാഹനം പിടിച്ച് കസ്റ്റംസ് കൊണ്ടുപോയപ്പോൾ മാത്രമാണ് അദ്ദേഹത്തിന് പെയിൻ എടുക്കേണ്ട ആ ഒരു ഇതുണ്ടായുള്ളൂ. അപ്പൊ ഇതാണ് ഇങ്ങനെയുള്ള നമ്മുടെ പൗരന്മാരുടെ സാധാരണ പൗരബോധത്തിൽ വരുന്ന ഇത്തരത്തിലുള്ള വീഴ്ചകളാണ് ഇങ്ങനെയുള്ള റാക്കറ്റ് ഫോം ചെയ്യുന്നത്. ഇങ്ങനെയുള്ള റാക്കറ്റുകൾ വീണ്ടും എൻ്റെ ഒരു ചെറിയ സംശയം, അതായത് ഇപ്പോൾ റോയൽ ഭൂട്ടാൻ ആർമി അവരുടെ ഈ ഹൈ ഓൾട്ടിറ്റ്യൂഡിൽ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ വളരെ കുറച്ചു കാലം ഉപയോഗിച്ച ശേഷം അതിൻ്റെ ഏറ്റവും മികച്ച എഞ്ചിൻ കണ്ടീഷനിൽ തന്നെ അതൊരു സെക്കൻഡ് ഹാൻഡ് വെഹിക്കിളായി മാറുന്നു. ഈ വാഹനമാണ് ഇന്ത്യയിൽ ഏറ്റവും അധികം ഭ്രമമുണ്ടാക്കുന്നതും നമ്മുടെ നാടുകളിലടക്കം, ഇപ്പോൾ കേരളത്തിലേക്ക് അടക്കം ഈ വാഹനങ്ങൾ എത്തുന്നതും. അവിടെ ഒരു സിസ്റ്റം വർക്ക് ചെയ്യുമല്ലോ. ആ വാഹനം ഇവിടെ എത്തുന്നത്, അതിൻ്റെ കസ്റ്റംസ് ക്ലിയറൻസ്, അത് നികുതി അടയ്ക്കുക, അതിനുശേഷം പിന്നീട് അതിൻ്റെ ഘട്ടം ഘട്ടമായി ആ ചെയിൻ ഓഫ് അതിൻ്റെ നിയമങ്ങൾ ഘട്ടങ്ങളും അതിൻ്റെ പ്രോസസ്സും ഒക്കെ കടന്നു വന്നിട്ടാണല്ലോ ഏറ്റവും ഒടുവിൽ RT ഓഫീസിലേക്ക് വരുന്നതും ബാക്കി ഒരു ഡീലർ വഴി നമ്മുടെ കൈകളിലേക്ക് എത്തുന്നതും. ദ ഹോൾ സിസ്റ്റം ഫെയിലായി പോകുന്നതിന് ഇത് വാങ്ങുന്ന ഒരാൾ മാത്രം എങ്ങനെ കുറ്റക്കാരനാകും എന്നതാണ് രാജ്മോഹൻ സാർ സംശയം. ഇല്ല, ഗോപികൃഷ്ണൻ അങ്ങനെയില്ല. കുറ്റക്കാരാണെന്ന് പറയുന്നില്ല. പക്ഷേ ഈ വാങ്ങുന്ന ആള് പ്രോപ്പറായിട്ട് കെയർ ആൻഡ് കോസ്റ്റ് എടുക്കാത്തത് കൊണ്ട് ഈ ലോബിക്ക്, അതായത് ഈ ആക്ടിവിറ്റീസ് നടത്തുന്ന ആൾക്കാർക്ക് ഇത് വീണ്ടും നടത്താൻ പറ്റുന്നുണ്ട്. അങ്ങനെ വന്നു കഴിയുമ്പം ഇറ്റ് എഫക്ട്സ് അവർ നാഷണൽ, നമ്മുടെ ടോട്ടൽ സിസ്റ്റത്തെ ബാധിക്കുകയാണ് നേരം. അപ്പം അതിന് നമ്മൾ അറിഞ്ഞോ അറിയാതോ കൂട്ടു നിൽക്കുകയാണ്. നിങ്ങൾക്ക് 2 കോടിയുടെ അല്ലെങ്കിൽ 1.5 കോടി ഉറുപ്പിയുടെ ഒരു വാഹനം നിങ്ങൾക്ക് ഒരു 50 ലക്ഷത്തിന് കിട്ടുമ്പോൾ നിങ്ങളൊരു ഈസി പണിക്കല്ല പോകുന്നത്. നമ്മളിപ്പം വേറൊരു വാർത്ത കണ്ട് ഒരു യൂട്യൂബർ ഒരു വെഹിക്കിൾ എടുത്തിരിക്കുകയാണ്. അവർ 15 ലക്ഷത്തിനാണ് വെഹിക്കിൾ വാങ്ങിയിരിക്കുന്നത്. നിങ്ങൾക്ക് എവിടെയെങ്കിലും 15 ലാക്സിന് അങ്ങനത്തെ ഒരു വെഹിക്കിൾ കിട്ടുമോ? ഇതാണ്. അപ്പം ഇതാണ് നമ്മളുടെ ആൾക്കാരെ വാഹനം വാങ്ങിക്കാൻ പോകുന്ന ആറ്റിറ്റ്യൂഡ് ഇതാണ്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോഴാണ് ഞാൻ പറഞ്ഞത് ഈ എക്സ്ക്യൂസ് ഒരു എക്സ്ക്യൂസ് അല്ല. ഇതിനകത്ത് വ്യാജ ഉടമസ്ഥത രേഖകൾ ഉണ്ടാക്കി എന്നതാണല്ലോ സാർ ഇതിലെ പ്രധാനപ്പെട്ട കുറ്റം. വ്യാജ ഉടമസ്ഥത രേഖകൾ ഉണ്ടാക്കി, അത് ഉണ്ടാക്കാൻ പറ്റിയ സാഹചര്യം അതവിടെ കണ്ടുപിടിക്കപ്പെടാതെ പോകുന്നത് കൊണ്ടല്ലേ യഥാർത്ഥത്തിൽ ഇത് ഈ എൻഡിലേക്ക് വന്നൊരു യൂസർ എൻഡിലേക്ക് ഈ കാര്യങ്ങളൊക്കെ എത്തുന്നത്? തീർച്ചയായിട്ടും, അതിൽ സംശയമില്ല. അത് ഞാൻ തന്നെ പറഞ്ഞു കഴിഞ്ഞു. അതാണ് ഈ വെഹിക്കിൾ ഇപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞ ഭൂട്ടാൻകാർ മാത്രമല്ല, ഇപ്പൊ UN യുണൈറ്റഡ് നേഷൻസിന്റെ അല്ലെങ്കിൽ നമ്മുടെ എംബസീസ്, പല എംബസിയിലും 4-5 കൊല്ലം കഴിഞ്ഞ ഒരു വെഹിക്കിൾ ഓട്ടം മാറ്റി. എനിക്ക് തോന്നുന്നു അമിത്തിന്റെ വാഹനം UN ആണെന്നാണ് ഇപ്പൊ അമിത് കണ്ടെത്തിയിരിക്കുന്നത് അല്ലേ? അതെ, UN വാഹനം കിട്ടാൻ ഡൽഹിയിൽ കിട്ടും. കാരണം എല്ലാ എംബസികളും അവരെ ഉപയോഗിക്കുന്ന ഫസ്റ്റ് ഹാൻഡ് വെഹിക്കിൾ അവർ ഉപയോഗിച്ചൊരു 5 years കഴിയുമ്പോൾ അവർ ഇമ്മീഡിയറ്റ് ആയിട്ട് അവരത് മാറ്റും. അപ്പൊ ഇത് വാങ്ങിക്കാൻ വേണ്ടി ഒരു ഗ്രൂപ്പ് ഉണ്ട്. അവരത് പ്രോപ്പറായിട്ട് അത് ഡീൽ ചെയ്ത് പ്രോപ്പറായിട്ട് മാർക്കറ്റിൽ ഇറക്കുന്ന ആൾക്കാരുണ്ട്.
അതേപോലെ തന്നെ ഇതുപോലെയുള്ള ഷാഡി ക്യാരക്ടേഴ്സ് അവരിത് ടേക്ക് ഓവർ ചെയ്തിട്ട് ഇത് ടേക്ക് ചെയ്തതിന് ശേഷം അവർ വേറെ ചില ബാക്ക് ഡോർ കൂടിയിട്ട് എല്ലാ സ്ഥലത്തും ഇപ്പം നമ്മൾ എല്ലാ സ്ഥലത്തും അവർക്ക് അവരവരതായ ലെവലിൽ വല്ല കാര്യങ്ങൾ നടത്തി മുന്നോട്ട് കൊണ്ടുപോകണം. അങ്ങനെ കൊണ്ടുപോയിട്ട് അതൊക്കെ കേരളത്തിലാണ്. കേരളം ഒരു വലിയ നല്ല മാർക്കറ്റാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം കേരളത്തിലില്ലാത്ത ആക്ടിവിറ്റി ഇല്ല. നമ്മുടെ ഈ സംസ്ഥാനത്ത് എല്ലാ ബോഗസ് ആക്ടിവിറ്റിക്കും സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഇന്നസെന്റ് പറഞ്ഞ ആൾക്കാരുണ്ട്. അങ്ങനെ ഈ ആൾക്കാർ ഇങ്ങനെ ചെയ്യുന്നതാണ്. അപ്പോൾ അവരൊക്കെ എല്ലാവരും കുറ്റക്കാരാണെന്ന് ആർക്കും പറയാൻ പറ്റില്ല. കാരണം ഇന്നസെന്റ് ആയ ആൾക്കാരുണ്ടാവും. ഒരു ബേസിക് ആയിട്ട് ഈ കസ്റ്റംസ് ആക്ടിലൊക്കെ മെൻസ്രിയെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് വാങ്ങിക്കുന്ന ആൾക്ക് അറിയില്ല, ആത്മാർത്ഥമായിട്ട് അയാൾക്ക് അറിയില്ലെങ്കിൽ അയാൾ കുറ്റക്കാരനാകില്ല. കാരണം പോലീസിനോട് മൊഴി പറയുന്ന മാതിരിയല്ല കസ്റ്റംസിനോട് മൊഴി പറയുന്നത്. കസ്റ്റംസിനോട് മൊഴി പറഞ്ഞാൽ ആ കസ്റ്റംസ് ഓഫീസർ കൺഫെഷൻ എന്ന് പറയുന്നത് അതിന് വാലിഡിറ്റി ഉണ്ട്. അപ്പോൾ വാലിഡായ ഒരു സ്റ്റേറ്റ്മെന്റ് ഒരു കസ്റ്റംസ് ഓഫീസർ കൊടുത്തു കഴിഞ്ഞാൽ അതൊരു പോലീസ് ഓഫീസർ അടുത്ത് പറയുന്ന മാതിരി അല്ല, വ്യത്യാസമുണ്ട് ആസ് പെർ കസ്റ്റംസ് ആക്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അയാൾ പറയുന്നത് സാർ മെൻസറിയെ എനിക്കറിയില്ല, എന്നെ മൈ ഇന്നസെൻസ് അതൊക്കെ പ്രൂവ് ചെയ്യാൻ പറ്റിയാൽ കസ്റ്റംസിന് കൊടുക്കുന്ന മൊഴിക്ക് തെളിവ് മൂല്യം കൂടുതലാണ് അല്ലെ, പോലീസിന് കൊടുക്കുന്ന മൊഴി പോലെയല്ല. അതെ, ആസ് പെർ കസ്റ്റംസ് ആക്ട് പോലീസിനെക്കാട്ടിയും കൂടുതൽ തെളിവ് മൂല്യം അതിനുണ്ട്. കസ്റ്റംസ് ഓഫീസർ മുന്നിൽ നമ്മളൊരു കാര്യം കൺഫ്യൂസ് ചെയ്താൽ ദാറ്റ് ഈസ് സെൽഫ് ഇൻ എവിഡൻസ്. പക്ഷേ അതേസമയം തന്നെ അയാൾ പറയാ ഇതാണ് സാർ സിറ്റുവേഷൻ, എനിക്ക് മെൻസറിയ എനിക്കിത് അറിയില്ല, ഐ ഹാവ് നോ നോളജ് എന്ന് പറഞ്ഞ് തീർച്ചയായിട്ടും അതും കൺസിഡർ ചെയ്യും. പക്ഷേ യു ഹാവ് ടു പ്രൂവ് ഇറ്റ്. അപ്പൊ ഇങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പൊ നമ്മുടെ സിസ്റ്റത്തിന് മുഴുക്കാൻ നമ്മൾ പഴിക്കാൻ പറ്റില്ല. ദർ ആർ ലാക്കുനാസ് ഉണ്ട്, അങ്ങനത്തെ ഷോർട്ട് കമ്മിങ്സ് കൂടിയാണ് ഇതൊക്കെ വന്നിരിക്കുന്നത്. പക്ഷെ ഇതിനൊക്കെ കേരളം ഒരു വളമായി മാറുകയാണ്. ദാറ്റ് ഈസ് സോ അൺഫോർച്ചുനേറ്റ്. ശ്രീ രാജ്മോഹൻ സാർ, ഇപ്പോൾ ഈ ആമീൻ അൻസാരി എന്ന് പറയുന്ന ആളാണ് ഈ അസം വ്യാജ മേൽവിലാസത്തിൽ ഒരു വാഹനം ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അയാൾ മൂവാറ്റുപുഴ സ്വദേശിക്കാരനാണ് എന്ന ഒരു വിവരം വരുന്നു. ഇനി അയാൾ തന്നെ വ്യാജമാണോ, അങ്ങനെ ഒരാളുണ്ടോ എന്ന കാര്യം കസ്റ്റംസിന് അറിയില്ല. ആ കാര്യങ്ങളും പരിശോധിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ താങ്കൾ പറഞ്ഞതുപോലെ വളരെ ഇന്നസെന്റ് ബയേഴ്സ് മാത്രമല്ല, ഈ ഗ്രൂപ്പിന് പിന്നിൽ ഇതിലെ കണ്ണികളായി പ്രവർത്തിക്കുന്നവരോ അല്ലെങ്കിൽ ഇതിന്റെ കേന്ദ്ര ബിന്ദുവായി പ്രവർത്തിക്കുന്നവരോ മലയാളികളടക്കം ഉണ്ടാകാം എന്ന സംശയത്തിലേക്കാണ് ഇപ്പോൾ ഈ അന്വേഷണങ്ങളൊക്കെ പോകുന്നത്. അങ്ങനെ വരുമ്പോൾ എൻ്റെ സംശയം, വാഹനം വാങ്ങിയവരും വാഹനം വാങ്ങാൻ പ്രേരിപ്പിച്ചവരും വാഹന കച്ചവടത്തിന് വേണ്ടി കൂട്ടുനിന്നു എന്ന് പറയുന്നവരൊക്കെ ആ അർത്ഥത്തിൽ സംശയത്തിന് നിഴലിലാകുമോ എന്നാണ് രാജ്മോഹൻ സാർ ഞാൻ ചോദിക്കുന്നത്. തീർച്ചയായിട്ടും. കാരണം ഇപ്പൊ ഈ അൻസാരിന്റെ കാര്യം പറഞ്ഞു. ഈ മൂവാറ്റുപുഴക്കാരനിലെ അയാൾ ആ വെഹിക്കിള് അരുണാചൽ പ്രദേശിൽ അരുണാചൽ പ്രദേശ് രജിസ്ട്രേഷനാണത്. ആ രജിസ്ട്രേഷൻ വെഹിക്കിൾ ഇവിടെ കൊണ്ടുവന്നിട്ട് അയാളിപ്പോൾ അതിന്റെ കളർ മാറ്റാൻ പറഞ്ഞിരിക്കുകയാണ് പോലും. അപ്പൊ കളർ മാറ്റാൻ പറഞ്ഞപ്പോൾ അത് കൊണ്ടുകൊടുത്തത് അവിടെ ഈ ഗാരേജിൽ കൊടുത്തത് വേറൊരാളാണ്. അപ്പൊ ഇതാണ് ഇതിന്റെ ട്രിക്കി ഭാഗം. അതാണ് സംശയമുള്ള ഭാഗം ഇതൊക്കെ തന്നെയാണ്. തീർച്ചയായിട്ടും അത് ഇന്നസെന്റ് അല്ലല്ലോ. അപ്പൊ ഇങ്ങനെയുള്ള റാക്കറ്റുകളോട് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല ഇതിൽ കൂട്ടിയിട്ട് കള്ളപ്പണം വെളുപ്പിക്കാൻ പറ്റും. ശരി, നമ്മുടെ ഈ ചർച്ചയിൽ രാജ്മോഹൻ സാർ, ഒരു കാർ ഡീലർ ഉണ്ട്, ശ്രീ രാകേഷ് കൊടിയാടൻ. ഞാൻ അദ്ദേഹത്തിലേക്ക് ഒന്ന് പോകട്ടെ. ശ്രീ രാകേഷ്, ഈ കാർ ഡീലർ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി എനിക്ക് തോന്നുന്നു താങ്കളോട് ഒരുപാട് ആളുകൾ ഈ സംഭവങ്ങൾക്ക് ശേഷം ചോദിച്ചിട്ടുണ്ടാകും. സാധാരണ നിലയിൽ തന്നെ ഒരു കാർ വാങ്ങാൻ വരുന്ന ആളുകൾ ധാരാളം ചോദ്യങ്ങൾ ചോദിക്കും. നിയമപരമായ കുരുക്കളൊന്നും ഇല്ലാതെയല്ലേ ഈ കാർ കയ്യിലെത്തുന്നതെന്ന് ഉറപ്പാക്കാൻ ഉടമസ്ഥൻ ശ്രമിക്കും. ഇതുപോലെയുള്ള വാഹനങ്ങൾ താങ്കൾ ഡീൽ ചെയ്തിട്ടുണ്ടോ? അതായത് പുറത്തെ രജിസ്ട്രേഷനുള്ള വാഹനങ്ങൾ, പുറത്തെ വാഹനങ്ങൾ, ഐക്യരാഷ്ട്രസഭ UN വാഹനങ്ങൾ, ഇതൊക്കെ കൊടുത്തിട്ടുണ്ടോ? താങ്കൾ വഴി എപ്പോഴെങ്കിലും കൈമാറ്റം ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ഒരു അനുഭവം ഉണ്ടോ താങ്കൾക്ക് രാകേഷ്? സാർ, നിലവിൽ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒറിജിനൽ കേരള രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള വാഹനങ്ങളാണ്. പിന്നെ നമ്മൾ ചെയ്തിട്ടുള്ളത് കേരളത്തിൽ തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു നിസാൻ പെട്രോളാണ്. ഈ നിസാൻ പെട്രോൾ എനിക്ക് തോന്നുന്നു പുറത്തുനിന്ന് നിസാൻ ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറയുന്ന ട്രിവാൻഡ്രം ബേസ്ഡ് ആയിട്ടുള്ള കമ്പനി വാഹനത്തിൻ്റെ ഇരട്ടി വില ടാക്സ് കെട്ടി ഇവിടെ കൊണ്ടുവന്ന് 28 ലക്ഷം രൂപേൻ്റെ മുകളിൽ റോഡ് ടാക്സ് അടച്ച് ഓൾമോസ്റ്റ് നമ്പറാക്കിയ ഒരു വണ്ടിയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു വണ്ടി നമ്മൾ കച്ചവടം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കറക്റ്റായിട്ടുള്ള പർച്ചേസ് ഇൻവോയ്സും കസ്റ്റം ഡ്യൂട്ടി കെട്ടിയ ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളെല്ലാം നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ് ആ വാഹനം നമ്മൾ പർച്ചേസ് ചെയ്ത് തന്നെ. പിന്നെ ഇവിടെ ഇപ്പോൾ ഈ സാർ ഇപ്പോൾ ചോദിച്ചതുപോലെ പുറത്തുനിന്നുള്ള വാഹനങ്ങൾ, അതായത് ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വാഹനങ്ങൾ, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കേരളത്തിൽ പ്രീമിയം വാഹനങ്ങൾ ഇറങ്ങുന്നത് വളരെ കുറവാണ് ഒരു സമയം വരെ. ഇപ്പോഴാണ് കുറച്ചും കൂടിയും കേരളത്തിൽ ഈ പ്രീമിയം വാഹനങ്ങൾ ഇറങ്ങുന്നുള്ളത്. പുറത്തുനിന്നുള്ള പ്രീമിയം വാഹനങ്ങളൊക്കെ ഇഷ്ടം പോലെ നമ്മുടെ കേരളത്തിൽ വരുന്നുണ്ട്. അതിവിടെ നമ്പറാക്കി വിൽക്കുന്നുണ്ട്, പല ഡീലേഴ്സും വിൽക്കുന്നുണ്ട്. സോ അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് കംപ്ലീറ്റ് ചെക്ക് ചെയ്യുന്നത് നമ്മൾ അവിടെ നിന്ന് എടുക്കുമ്പോൾ തന്നെ അതിൻ്റെ ഡീലറുമായി സംസാരിച്ച് വാഹനത്തിൻ്റെ ഡോക്യുമെൻറ്റ്സ് പരിവാഹൻ സൈറ്റിൽ ഇപ്പോൾ ചെക്ക് ചെയ്യണം. ഈ കഴിഞ്ഞ 4 വർഷമായിട്ട് നമുക്ക്
എം പരിവാഹൻ സൈറ്റിൽ ചെക്ക് ചെയ്തിട്ട് ഉറപ്പുവരുത്താൻ പറ്റും. സോ ഇത് ഫുള്ള് ചെക്ക് ചെയ്തതിനു ശേഷം മാത്രമാണ് ഒരു വാഹനം ഒരു ഡീലർ പർച്ചേസ് ചെയ്യുള്ളൂ. അല്ല രാജേഷ്, ഞാൻ ചോദിക്കുന്നത് ഇതിലെ ഫസ്റ്റ് ഓണർ ആരാണ്, ഇതിൽ ആദ്യം കൈമാറുന്നത് ആരാണ് എന്ന വിവരം ഇപ്പോൾ ധാരാളം ഉടമകളിലൂടെ കൈമാറി വരുന്ന ഒരു വാഹനത്തിന്റെ കാര്യത്തിൽ, ഇപ്പോൾ വിന്റേജ് വാഹനങ്ങളൊക്കെ കാര്യത്തിൽ നിങ്ങൾക്ക് ആ രേഖകളൊക്കെ നിങ്ങൾ കൊടുക്കാറുണ്ടോ? സാർ, നിലവിൽ വിന്റേജ് വാഹനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓണറോ സെക്കൻഡ് ഓണറായിട്ടോ കിട്ടില്ല. അതധികം ഒരു 3 or 4 അതിൻ്റെ മുകളിലേക്ക് ഓണർഷിപ്പ് ഉള്ള വാഹനങ്ങളായിരിക്കും. അപ്പോൾ നമ്മൾ എടുക്കുന്ന സമയത്ത് നിലവിലുള്ള വാഹനത്തിൻ്റെ ഡോക്യുമെൻറ്റ് സൈഡ് പക്കയാണോ എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യുക. അത് നമ്മൾ RTO സൈറ്റിൽ നമ്മൾ ചെക്ക് ചെയ്യും. അതിന് പുറമെ നമ്മൾ ആ വാങ്ങിയതിൻ്റെ കംപ്ലീറ്റ് ഡോക്യുമെൻറ്റ്സ് ചെക്ക് ചെയ്ത് വെരിഫൈ ചെയ്തതിന് ശേഷമാണ് പർച്ചേസ് ചെയ്യുക. സോ ഇത് ഒരാളും, ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇതിൻ്റെ പ്രീവിയസ് ആയിട്ടുള്ള ഡാറ്റ ഇപ്പോൾ ഒരു 6 ഓണർഷിപ്പ് ഉള്ള വണ്ടീൻ്റെ 6 ഓണർമാരെയും തേടി കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. അതൊരിക്കലും പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. ശരി, ഉപേന്ദ്രൻ നാരായൺ സർ, ഇപ്പോൾ നമ്മുടെ കാർ ഡീലറായ രാകേഷ് പറഞ്ഞ താങ്കൾ കേട്ടല്ലോ, നമ്മളെല്ലാം ഒരു സിസ്റ്റത്തെയാണ് ഈ കാര്യങ്ങൾക്ക് വേണ്ടി ആശ്രയിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് എം പരിവാഹൻ എന്ന സൈറ്റിനെ കുറിച്ചാണ്. അത് കേന്ദ്ര റോഡ് ഗതാഗത മന്ത്രാലയത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള ഒന്നാണ്. അത് തന്നെ ഹാക്ക് ചെയ്യപ്പെട്ടിട്ടാണ് ഈ സംഭവങ്ങളൊക്കെ നടന്നിരിക്കുന്നതെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. അതായത് ഏത് സിസ്റ്റത്തെ ആശ്രയിച്ചാണോ ഇത് കൃത്യതയോടുകൂടിയാണ് നടക്കുന്നത് നമ്മൾ ഉറപ്പുവരുത്തേണ്ടത്, ആ സംവിധാനം തന്നെ പ്രശ്നമായി മാറിയിരിക്കുന്നു എന്നതാണ് ഇതിലെ പല കാര്യങ്ങളിലും നമ്മളോട് പറയുന്നത്. അവിടെയാണ് ഇപ്പോൾ നമ്മുടെ വണ്ടിപ്രാന്തൻ പറഞ്ഞതുപോലെ, ശ്രീ രാകേഷ് നാരായണൻ പറഞ്ഞതുപോലെ, സിസ്റ്റം ഒരു വലിയ പ്രശ്നമാണ്. അവിടെയാണ് ഇന്നസെന്റ് ബയേഴ്സ് പെട്ടുപോകുന്നത്. അങ്ങനെ പറഞ്ഞാൽ ആ വാദം ശരിയാകുമോ? പക്ഷെ അപ്പോഴും രാജ്മോഹൻ സാർ പറഞ്ഞതുപോലെ ഇഗ്നോറൻസ് ഓഫ് ലോ ഈസ് നോ എക്സ്ക്യൂസ് എന്ന് നമ്മുടെ മുന്നിലുണ്ട്. ഇതിനൊക്കെ സൊല്യൂഷൻ ഉണ്ട് ശ്രീ ഗോപികൃഷ്ണ. അതായത് ഈ ഏറ്റവും പ്രൈം ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് കസ്റ്റംസ് ക്ലിയറൻസ് പെർമിറ്റ് ആണ്, CCP. അപ്പോൾ ആ CCP കൂടി എത്ര ഡീലർമാർ അല്ലെ എത്ര പേർക്ക് ഈ വണ്ടി വിറ്റു, ഫസ്റ്റ് ഓണർ, സെക്കൻഡ് ഓണർ, തേർഡ് ഓണർ. ഇപ്പം നമ്മൾ RC ബുക്ക് കീപ്പ് ചെയ്യും, നേരത്തേക്ക് ബുക്കായിരുന്നു, ഇപ്പോൾ കാർഡാണ്. അപ്പോൾ ഈ പ്രൈം ഡോക്യുമെൻ്റായിട്ട് CCPയും കൂടി വെച്ചിട്ട് കഴിഞ്ഞാൽ ഈ മാതിരി തലയെ വരെ മാറ്റാവുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും വരില്ല. ഇപ്പോൾ ഒരുപാട് നടന്മാർക്ക് ചീത്തപ്പേരുണ്ടായി. അവർ സത്യത്തിൽ ഇതൊന്നും അറിഞ്ഞു കാണില്ല. അവർ ആ വണ്ടിപ്രാന്തം കൊണ്ട് വണ്ടി മേടിച്ചു. ഇപ്പോൾ അവരുടെ വീട്ടിലൊക്കെ കസ്റ്റംസും മറ്റെല്ലാവരും കയറി ഇറങ്ങി നിരങ്ങി. ഇന്നൊരു ചാനൽ തന്നെ ഒരു പ്രമുഖ നടൻ്റെ പേരുകൊണ്ട് അയാളെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നു, ജയിലിൽ പോകുന്നു എന്നൊക്കെ പറയുന്നതൊക്കെ തെറ്റല്ലേ? അങ്ങനെയല്ലല്ലോ സംഭവം. ഇതിപ്പോൾ അറിവില്ലായ്മ ഉണ്ടാകും. വണ്ടി കാണുമ്പോൾ വണ്ടിയുള്ള ഭ്രാന്ത് കൊണ്ട് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങും. പക്ഷെ അതിൻ്റെ ഡോക്യുമെൻ്റ് ഒന്നും പരിശോധിക്കാനൊന്നും സമയം കാണില്ലായിരിക്കും, നിൽക്കില്ലായിരിക്കും. പക്ഷെ അതിനുള്ള ഒരു സൊല്യൂഷനായിട്ട് ഞാൻ പറയുന്നത്, എൻ്റെ അനുഭവം കൊണ്ട് പറയുന്നത്, കസ്റ്റംസ് ക്ലിയറൻസ് പെർമിറ്റ് ഇല്ലാത്ത വണ്ടി കള്ളക്കടത്ത് വണ്ടിയാണ്. ആ കസ്റ്റംസ് ക്ലിയറൻസ് പെർമിറ്റ് ലാമിനേറ്റ് ചെയ്ത് വണ്ടിയുടെ ഡാഷ്ബോർഡിൽ വെച്ചേക്കുക. സാർ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ സാർ, ഇന്ത്യൻ പട്ടാളത്തിൻ്റെ, എംബസികളുടെ, US എംബസിയുടെ ഇതിൻ്റെയൊക്കെ വ്യാജ സീലുകൾ നിർമ്മിച്ച് ഫേക്ക് ഡോക്യുമെന്റ്സ് ഉണ്ടാക്കിയ ഈ സംഭവത്തിൽ ഈ CCP എന്ന് പറയുന്ന ഒരു രേഖ മാത്രം വ്യാജമല്ലാതെ കിട്ടുമെന്ന് നമ്മൾ കരുതുന്നത് എങ്ങനെ? അല്ല, അത് ഞാനിപ്പോൾ എനിക്ക് ഫേക്ക് ആയിട്ടുള്ള ഐഡിയാസ് ഒന്നും അറിയില്ല. സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള കാര്യം ഞാൻ അല്ല സാർ, ഞാൻ പറഞ്ഞത് അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഈ വാർത്തകൾ വരുന്നത്. അങ്ങനെയാണത്ര ഇതെല്ലാം കൃത്രിമമായി ഉണ്ടാക്കിയതെന്നാണ് പറയുന്നത്. ഞാനൊന്ന് കറക്റ്റ് ചെയ്യട്ടെ. ഇപ്പോൾ ഈ കാർ ഡീലർ ഇരിക്കുന്നു, മറ്റ് സുഹൃത്തുക്കൾ ഇരിക്കുന്നു. ഇത് 2-3 കാര്യങ്ങൾ പലരും പറയുന്നത് ശരിയല്ല. ഒന്ന്, എംബസികൾ വിൽക്കുന്നത് നേരെ സ്റ്റേറ്റ് ട്രേഡ് കോർപ്പറേഷൻ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു ബോഡിയുണ്ട്, ഒരു കോർപ്പറേഷനാണ് സ്റ്റേറ്റ് ട്രേഡ് കോർപ്പറേഷൻ. അവർക്ക് മാത്രമേ വണ്ടി വിൽക്കാൻ പാടുള്ളൂ, എംബസികളുടെ വണ്ടികൾ. അത് 5 കൊല്ലോ 10 കൊല്ലോ ഏജ് ആകുമ്പോൾ അവർ നേരെ സ്റ്റേറ്റ് ട്രേഡിംഗ് കോർപ്പറേഷന് വിൽക്കും. അവരത് ഓപ്ഷൻ ചെയ്യും. അങ്ങനെയാണ് അതിൻ്റെ പ്രൊസീജിയർ. പിന്നെ യുണൈറ്റഡ് നേഷൻസിൻ്റെ വണ്ടികളും അതേപോലെ തന്നെയാണ്. ഒരു ഇൻഡിവിജ്വലിന് പോയി വാങ്ങാൻ പറ്റില്ല, ടെൻഡറിൽ അറ്റൻഡ് ചെയ്യാനും പറ്റില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയേക്കുന്നത്. കാര്യം മുമ്പ് ഈ ഇമ്പോർട്ടഡ് വണ്ടി വരുന്നതിന് മുമ്പ് ഫിലിം സ്റ്റാർസൊക്കെ, ഞാൻ ബോംബെ പഠിച്ചു വളർന്ന ആളാണ്, ഈ പറഞ്ഞ ദിലീപ് കുമാർ സാറ്, സൈര ബാനു, അല്ലെങ്കിൽ അങ്ങനെയുള്ള വലിയ വലിയ നടന്മാർ വാങ്ങുന്നത് STCയുടെ ഓപ്ഷനിൽ നിന്നാണ്. ഈ പോണ്ടിയ കാറ്, ഇംബാല കാറ്, മെർസിഡസ് ബെൻസ് ഒക്കെ ബോംബെയിൽ കിട്ടുന്നത് STCക്ക് ഒരു ഷോറൂമുണ്ട് പെഡാർ റോഡിൽ. അവിടെ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തേക്കും. അപ്പം ഞാൻ പഠിക്കുന്ന സമയത്ത് സൺഡേ സമയം കിട്ടിക്കഴിഞ്ഞ് ഈ വണ്ടികളെ പറ്റി നോക്കി പഠിക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു. എനിക്ക് കാർ വലിയ ഹരമാണ്. അപ്പോൾ അന്ന് കാലത്ത് STC, സ്റ്റേറ്റ് ട്രേഡിംഗ് കോർപ്പറേഷനിൽ നിന്ന് മാത്രമേ നമുക്കൊരു ഇമ്പോർട്ടഡ് വണ്ടി കിട്ടുള്ളായിരുന്നു. അത് മാറിയിട്ട് ഇപ്പം നമുക്ക് വണ്ടി ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞ മാതിരി ട്രാൻസ്ഫർ ഓഫ് റെസിഡൻസിൽ,
അങ്ങനെയുള്ളവരും 5 കൊല്ലത്തേക്ക് വിൽക്കാൻ പാടില്ല. ഇതിനൊക്കെ ഒരുപാട് നിയമങ്ങളുണ്ട്. പലർക്കും ഈ നിയമങ്ങൾ അറിയില്ല. ഇപ്പം ഞാൻ എൻ്റെ പാസ്പോർട്ട് സറണ്ടർ ചെയ്തു TR വന്നിട്ട്, എന്നിട്ട് കണ്ടീഷൻ വെച്ചു 5 കൊല്ലത്തേക്ക് ഞാനിത് വിൽക്കില്ല എന്ന് അഫിഡവിറ്റ് ഉണ്ടാക്കി വെച്ചു. അപ്പം ഞാൻ 83 കൊണ്ടുവന്ന മെർസിഡീസ് ബെൻസ് ഇപ്പോഴും എൻ്റെ പേരിലുണ്ട്. ഇന്ന് ഞാൻ ഓടിച്ചു നടക്കുന്നുണ്ട്. ഓക്കെ, ശ്രീ അമിത്, ഞാൻ ഇതിനിടയിൽ ഒരു റീല് കാണുകയായിരുന്നു. ആ റീലിൽ ലക്കി ഭാസ്കർ സിനിമയിൽ ഉപയോഗിക്കുന്ന വിൻറ്റേജ് കാറുകളെ കുറിച്ച് ദുൽഖർ സൽമാനോട് ചോദിക്കുന്ന ഒരു ചോദ്യം, അതിൽ ദുൽഖർ പറയുന്ന മറുപടി, ധാരാളം ഈ വിൻറ്റേജ് കാർ കളക്ഷനിൽ അദ്ദേഹത്തിന് താല്പര്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ തന്നെ വാഹനമാണ് റെഡ് നിസാൻ കാർ പെട്രോൾ, അദ്ദേഹത്തിൻ്റെ തന്നെ വാഹനമാണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം പല വാഹനങ്ങളും ഈ മോഡിഫൈ ചെയ്ത് കിട്ടാൻ സമയമെടുക്കും. അതുകൊണ്ട് സ്വന്തം വാഹനം തന്നെയാണ് ആ ലക്കി ഭാസ്കർ എന്ന സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് ദുൽഖർ പറയുന്ന ഒരു ഭാഗം ഞാൻ കേൾക്കുകയായിരുന്നു. അമിത്, ഈ വാഹനങ്ങൾ മോഡിഫൈ ചെയ്ത് നമ്മുടെ ഇഷ്ടാനുസരണം അത് മാറ്റിയെടുക്കാൻ, അതിൻ്റെ നിറങ്ങൾ മാറ്റാൻ, അതുപോലെ തന്നെ അതിനകത്ത് വേണ്ട മറ്റ് മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്താൻ വേണ്ടി കൊണ്ടുവരുന്ന സമയത്ത് ഈ പറയുന്ന രേഖകളൊക്കെ ഹാജരാക്കേണ്ടതല്ലേ? അല്ലെങ്കിൽ ഇതാരാണ് ഉടമ, എന്തൊക്കെ രേഖകളുണ്ട് എന്ന കാര്യമൊക്കെ ചോദിക്കില്ല, അതൊക്കെ കൊടുക്കേണ്ടതല്ലേ? താങ്കളുടെ വാഹനം അത്തരത്തിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻ വിധേയമാക്കിയിരുന്നോ? ഇത്തരം രേഖകൾ കൈവശമുണ്ടായിരുന്നു? അതായത് ഈ മിക്ക വാഹനങ്ങളും നമ്മളുടെ അടുത്ത് വരുമ്പോൾ ഇപ്പം എൻ്റെ വാഹനം ഉൾപ്പെടെ പല സാധനങ്ങളും നശിഞ്ഞ് അതിൻ്റെ മറ്റെന്താ പറയുക, ഒടിഞ്ഞും പൊട്ടിയൊക്കെ ആയിട്ടിരുന്ന് ബോഡി പാർട്സ് പ്രത്യേകിച്ച്. അപ്പോൾ ഇതൊന്നും ഇനി പുതിയതായിട്ട് വാങ്ങാനോ അല്ലെങ്കിൽ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ട് വരും. ഇപ്പോൾ ടൊയോട്ടയിൽ ചെന്ന് നമ്മൾ കുറേ സാധനങ്ങളൊക്കെ ഷാസി നമ്പർ വെച്ച് ടൊയോട്ടയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു 2 ആഴ്ച 3 ആഴ്ച കൊണ്ട് നമുക്ക് എത്തിച്ചു തരും. അപ്പോൾ അതിൽ നമ്മുടെ ഷാസി നമ്പർ കൊടുക്കണം, നമ്മളുടെ RC ബുക്ക് കൊടുക്കുമ്പോൾ അവർ നമുക്ക് ഇൻവോയ്സ് ചെയ്ത് വരും, നമുക്ക് പൈസ കൊടുത്ത് വാങ്ങാം. പക്ഷെ കുറേ ബോഡി പാർട്സ് ഒന്നും നമുക്ക് ഒരിക്കലും പുതിയത് വാങ്ങൽ അവർ നിർത്തിയിട്ടുണ്ടാവും, ഇത്രയും പഴയ വാഹനങ്ങളായതുകൊണ്ട്. അപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ നെറ്റിൽ നോക്കിയിട്ടൊക്കെ പല സാധനങ്ങളും ഞാൻ കൈക്ക് ഉണ്ടാക്കിച്ചിട്ടുണ്ട്. അതായത് ഫാക്ടറിയിൽ ഉണ്ടാക്കിയ സാധനങ്ങൾ പോലെ തന്നെ അത് കൈക്ക് അപ്പുറത്തെ സൈഡിലുണ്ടാവും, ഇപ്പുറത്തെ സൈഡിലുണ്ടാവില്ല. അപ്പോൾ അപ്പുറത്തെ സൈഡിലെ സാധനം പോലെ തന്നെ നമ്മൾ ആളെ കൊണ്ട് പറഞ്ഞു കൊടുത്ത് കൈക്ക് ഉണ്ടാക്കി അതിലൊരു മിക്കവാറും ജോലിക്കാരിപ്പോൾ നോർത്ത് ഇന്ത്യൻസ് ആണ്. അപ്പോൾ ഒരു കാര്യം പറഞ്ഞു കൊടുത്താൽ അത് പഴയ കൊല്ലന്മാർ നമ്മളുടെ അടുത്തുള്ള പോലെ അത്ര സ്പീഡിൽ അവർ ഉണ്ടാക്കി വരില്ല. എത്ര മാസങ്ങളും ആഴ്ചകളും ഇരുന്നാണ് അത് ഉണ്ടാക്കിയെടുക്കാമെന്നറിയോ. അപ്പോൾ ഇത് കണ്ടപ്പോഴാണ് സത്യം പറഞ്ഞാൽ എൻ്റെ അടുത്തും കുറേ ആൾക്കാർ വന്നു. കാര്യം എൻ്റെ വണ്ടി എൻ്റെ കിട്ടുമ്പോൾ ഉള്ള മോശം അവസ്ഥ എല്ലാവരും കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഈ പല സാധനങ്ങളും ഫാക്ടറി ഫിനിഷിലോട്ട് ഞാൻ ഉണ്ടാക്കിയെടുത്ത് വെച്ചത് കണ്ടപ്പോഴാണ് പല ആൾക്കാർ എൻ്റെ അടുത്തോട്ട് വന്നത്. ഈ ആൾക്കാർ എൻ്റെ അടുത്തോട്ട് കൊണ്ടുവരുമ്പോൾ ഒന്ന് നമ്മളോട് ഇങ്ങനെ ചോദിക്കുമ്പോൾ തന്നെ നമുക്ക് വലിയൊരു അപ്രിസിയേഷനാണ്. ഇപ്പം ഞാൻ എൻ്റെ ടൊയോട്ട ലാൻഡ് ക്രൂസർ ഗ്രൂപ്പിൽ ഈ വണ്ടിയുടെ ഫോട്ടോ ഇടുമ്പോൾ ഇത് പണ്ട് വാങ്ങാൻ ആഗ്രഹിച്ചേക്കുന്നവരും പണ്ട് മുതൽ കണ്ടേക്കുന്നവരും എനിക്ക് ഈ വണ്ടിയുടെ കസ്റ്റംസ് വരുന്ന സമയത്ത് പേടിയില്ലായിരുന്നൊരു കാര്യം, ഞാനിത് പോസ്റ്റ് ചെയ്തപ്പോൾ ഇതിൻ്റെ 2013 ഒരു ഓണർ ബ്രോ ദിസ് വാസ് മൈ വെഹിക്കിൾ എന്ന് പറഞ്ഞ് പുള്ളി അതിൻ്റെ പഴയൊരു സിസ്റ്റം ഉണ്ടായിരുന്നത്, അതിൻ്റെ പഴയ സെയിൽ ഡീഡൊക്കെ അയച്ചെന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഉള്ളിലെ ധാരണ ഇവർ ചോദിക്കാൻ വരുമ്പോൾ ഭൂട്ടാനുള്ള വാഹനമാണോ എന്നാണല്ലോ ചോദിക്കുന്നത്, ഇത് ഇത്ര വർഷമായിട്ട് ഇന്ത്യയിലുള്ളതാണെന്നുള്ള പ്രൂഫുണ്ട്. അപ്പോൾ അത് വെച്ച ധൈര്യത്തിലിരുന്നത്. അപ്പോൾ ഇവർ എൻ്റെ അടുത്ത് പുതിയ വാഹനങ്ങൾ, ഇവരുടെ പഴയ വാഹനങ്ങൾ ഓടാത്തതും വയറിങ് പോയതും എൻജിൻ വർക്ക് ചെയ്യാത്തതും 20 വർഷം മുമ്പുള്ള ഓട്ടോമാറ്റിക് ഗിയർ ബോക്സൊക്കെ വർക്ക് ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞാൽ 8ൻ്റെ പണിയാണ്. പക്ഷേ ഇതിരുന്ന് നമ്മൾ പലതും കൈക്കുണ്ടാക്കി പല പാർട്സും ഉരുക്കിയൊക്കെ എടുത്തൊക്കെ ഉണ്ടാക്കി ചെയ്ത് കഴിയുമ്പോൾ പോസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന അപ്രിസിയേഷൻ, പിന്നെ ഇവരിത് കൊണ്ടുപോയിട്ട് പല ആൾക്കാരോട് പറയും ഇന്ന അമിത്തുണ്ട്, ആൾ അടിപൊളിയാണ്, ഇതൊക്കെ പറയുമ്പോൾ ഇരട്ടി ഹരമായി. അപ്പോൾ ഇത് ഇങ്ങനെ വണ്ടി വിട്ട് കഴിയുമ്പോൾ നമ്മൾ ഒരിക്കലും RC ബുക്ക് ഉണ്ടാവും, പിന്നെ പാർട്സ് ഓർഡർ ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ ഷാസി നമ്പർ ഉണ്ടാവും. പക്ഷെ ഇതിൻ്റെ അപ്പുറത്തോട്ടുള്ള ഈ പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ഒന്നാമത്തെ കാര്യം, ഇപ്പോൾ സാർ അത് വ്യക്തമായിട്ട് ഒരു കാര്യം പറഞ്ഞത്, എത്ര വർഷം പഴക്കമുള്ള സാധനമാണെങ്കിലും കസ്റ്റംസിന് വേണ്ടത് കസ്റ്റംസിൻ്റെ ഇങ്ങോട്ട് വന്ന ഡോക്യുമെൻറ്റ്സ് ആണ്. അപ്പോൾ അത് ഞാനും ചിന്തിച്ചിരുന്നില്ല. കാര്യം 10-20 വർഷമായിട്ടുള്ള ഓണർഷിപ്പിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. പക്ഷേ ഈ കസ്റ്റംസ് പേപ്പേഴ്സ് വേണമെന്നുള്ളതിനെക്കുറിച്ച് ഞാൻ സീരിയസ്നെസ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ 11 മാസം മുമ്പ് നമ്മുടെ ഗരാജിൻ്റെ അവിടെ വണ്ടികൾ ഇതേപോലെ റെയ്ഡ് ചെയ്തപ്പോഴും എൻ്റെ വണ്ടി അന്ന് റെയ്ഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇവർക്ക് അറിയാവുന്നതാണല്ലോ, പിന്നെ അതുകൊണ്ടായിരിക്കുന്നു. പക്ഷെ ഇപ്രാവശ്യമാണ് പെട്ടുപോയത്. പക്ഷെ അത് ഒരു കണക്കിന് നന്നായി, ഇന്ന് ഈ ഡോക്യുമെൻറ്റ്സ് എടുത്തു വെക്കാൻ പറ്റി. നാളെ ഞാൻ എല്ലാ മാസവും എന്ന് പറഞ്ഞ് കേരളത്തിൻ്റെ പുറത്തോട്ട് വണ്ടി ഡ്രൈവിന് പോകുന്ന, ഇപ്പോൾ ഗുജറാത്തിലോ അല്ലെങ്കിൽ കർണാടകയിലെ ഏതെങ്കിലും ഓഫീസർ ഇതുപോലെ പിടിച്ചാൽ എനിക്കിപ്പോൾ കാണിച്ചു കൊടുക്കാൻ ഈ സാധനമുണ്ട്. പക്ഷെ അതെല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. അത് ഇനിയിപ്പോൾ മിക്ക ആൾക്കാരും അത് അവെയറായിട്ട് ചെയ്യും. രാകേഷ്, ഈ വണ്ടിപ്രാന്തുമായി നടക്കുമ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ വേണം എന്ന് അറിഞ്ഞിരുന്നോ? അതായത് ഇപ്പോൾ ഞാൻ വീണ്ടും ഒരു പോയിന്റിലേക്ക് തിരിച്ചു പോവുകയാണ്. ഇപ്പോൾ ഇഗ്നോറൻസ് ഓഫ് ലോ എന്ന് പറഞ്ഞിട്ട് ഇതിനെ ഒരു ഒതുക്കി കാണിക്കാൻ പറ്റില്ല. കാരണം ടൈപ്പ്
കൂളർ ടൈപ്പ് അല്ല പറഞ്ഞോളൂ കേൾക്കാം രാകേഷ്. കോമഡി ആണല്ലോ. കോമഡി അല്ല രാകേഷ്, പറഞ്ഞോളൂ. എനിക്ക് തോന്നുന്നത് ആ ടെലിഫോൺ ലൈൻ കട്ടായതാണെന്ന് തോന്നുന്നു. ഓക്കെ രാകേഷ് പറയുന്നൊക്കെ ഞങ്ങൾ കേൾക്കുന്നുണ്ട്. രാകേഷ് പറയുന്നു. മ്യൂട്ടായി പോയതായിരിക്കും. ഈ വാഹനം വാങ്ങിയ ആളുകളൊക്കെ തന്നെയും ഒരു ഇന്ത്യൻ പൗരനെന്ന നിലയ്ക്ക് ഈ ഇൻവെസ്റ്റിഗേഷനൊക്കെ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമുണ്ട്. എന്നിരുന്നാൽ കൂടി ഒരു വണ്ടി വാങ്ങുന്ന ഒരാളെന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ അയാൾക്ക് അറിയേണ്ട രേഖകൾ എന്ന് പറയുന്നത് ഒരു RTO ഓഫീസിൽ നിന്ന് കിട്ടുന്ന രേഖകളാണ് എന്ന് മാത്രമാണ് ഇന്ന് വരെ എനിക്കും അറിഞ്ഞിരുന്നത്. അതായത് ഞാൻ മനസ്സിലാക്കിയത് ഇപ്പോൾ കേരളത്തിൽ തന്നെയാണെങ്കിലും ഇപ്പോൾ ഒരു RTO നിന്ന് മറ്റൊരു RTOക്ക് അല്ലെങ്കിൽ എൻ്റെ ഓണർഷിപ്പിൽ നിന്ന് നിങ്ങളുടെ ഓണർഷിപ്പിലേക്ക് മാറ്റുമ്പോൾ ആ മാറ്റാൻ വേണ്ടുന്ന പേപ്പറുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് RTO ഓഫീസറാണ് മാറ്റുന്നതും. അപ്പോൾ അത് മാറി കിട്ടിക്കഴിയുമ്പോൾ ഓക്കെ, ഇത് വാലിഡാണ്, ഇത് റോഡ് ലീഗലാണ്, ഇത് വണ്ടി ഓടിക്കാൻ പറ്റും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയാണ്. അപ്പോൾ അത്രയും പേപ്പർ മതി എന്നുള്ളതാണ് എല്ലാവരെയും പോലെ ഞാനും അറിഞ്ഞിരുന്നത്. ഇതിപ്പോൾ അമിത് പറഞ്ഞപ്പോൾ ഈ ഒരു പേപ്പേഴ്സുള്ള കാര്യം നല്ലതാണെന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് ഇത് RTO ലെവലിൽ കൂടി നിങ്ങളൊരു വണ്ടി പേര് മാറ്റുമ്പോൾ ഓക്കെ, ഈ പേപ്പർ ഞങ്ങൾ ഇവിടെ വെക്കുന്നില്ല, നിങ്ങളിത് RC ബുക്കിൻ്റെ കൂടെ കൈപ്പിടിച്ചോളൂ, ഇനി ചെക്ക് ചെയ്യുമ്പോൾ കാണിക്കണം എന്ന് പറയേണ്ടത് കൂടി ഉണ്ട് എന്നുള്ളത് കൂടി ഞാൻ സിസ്റ്റത്തിൻ്റെ ആ ഒരു തലയിൽ തന്നെ വെക്കുകയാണ്. അല്ലെങ്കിൽ അത് ഒരു സാധാരണക്കാരനോട് വണ്ടി വാങ്ങുമ്പോൾ അതിൻ്റെ അറിവില്ലായ്മയായിട്ട് മാത്രം അതിനെ കാണുമ്പോൾ അത് എല്ലാവർക്കും അത് പ്രശ്നമാണ്. രാജമോഹൻ സർ, ഈ പ്രശ്നത്തിന് നമുക്ക് എങ്ങനെയാണ് പരിഹാരം കാണാൻ കഴിയുക? അതായത് കേവലം ഈ വണ്ടി പ്രേമത്തിൻ്റെ പുറത്ത് മാത്രം വാഹനങ്ങൾ കൈവശപ്പെടുത്താൻ ശ്രമിക്കുന്നവർ, അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ ഉടമസ്ഥരാകാൻ ശ്രമിക്കുന്നവർ, അങ്ങനെ അവർ പിന്നീട് ഇപ്പോൾ കേൾക്കുന്നത് കള്ളക്കടത്ത്, മയക്കുമരുന്ന് കടത്ത്, റിവേഴ്സ് ഹവാല, രാജ്യദ്രോഹ, ഈ പറയുന്ന മറ്റൊരു രാജ്യത്ത് നിന്ന് പിന്നെ കടത്തിക്കൊണ്ടുവന്ന വാഹനം, ഇങ്ങനെയുള്ള 7 കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അന്വേഷിക്കുന്ന വലിയ സംഭവം ഇതൊക്കെയായി മാറുകയാണ്. അപ്പോൾ ഇതൊന്നും ആലോചിക്കാതെ വാഹനം വാങ്ങിയ ആളുകൾ ഇതിനകത്ത് ഇപ്പോൾ ആശങ്കയിൽ കഴിയുന്ന സാഹചര്യമുണ്ട്. ഇതെങ്ങനെയാണ് ഒഴിവാക്കാൻ കഴിയുക? ഈ ഉടമസ്ഥർ ഇനി ഏതെങ്കിലും തരത്തിലുള്ള നിയമ നടപടികൾ നേരിടേണ്ടി വരുമ്പോൾ അവരെന്താണ് ഇനി ചെയ്യേണ്ടത്? ഇപ്പോൾ അമിത്തിനെ സംബന്ധിച്ച് അമിത് പറഞ്ഞു എല്ലാ ഡീറ്റെയിൽസും എടുത്ത് കസ്റ്റംസിനെ അദ്ദേഹം ബോധ്യപ്പെടുത്തി കഴിഞ്ഞു. അതുകൊണ്ട് അദ്ദേഹം അതിൽ നിന്ന് ഇപ്പോൾ ആ പ്രശ്നത്തിൽ നിന്ന് മാറിക്കഴിഞ്ഞു എന്നതാണ്. പക്ഷേ മറ്റു പലരും ഉണ്ടല്ലോ ഇതിനകത്ത്. ശ്രീ ഗോപികൃഷ്ണൻ, ഇത് വലിയ 2 കാര്യം ചെയ്താൽ മതി. കാരണം ആദ്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് വില കുറഞ്ഞൊരു സാധനം കിട്ടുന്നുണ്ടെങ്കിൽ അതിനൊരു ടെയിൽ ഉണ്ടാവും. നമുക്ക് ഈസി ആയിട്ടൊരു സാധനം കിട്ടുന്ന അതിന് വില അത് ഒരു കോടി റുപ്യയിലെ സാധനം നമുക്ക് 50 ലക്ഷത്തിന് കിട്ടുമെങ്കിൽ സ്വാഭാവികമായിട്ടും വി ഷുഡ് ബി വെരി കോഷ്യസ്. ഏത് ഫീൽഡിലായാലും, കാറിൻ്റെ ഫീൽഡിലായാലും ഏത് ഫീൽഡിലായാലും. രണ്ടാമതെന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലെ വലിയ സാധാരണക്കാർക്കല്ല, നമ്മൾ സാധാരണ ഒരു മാരുതി വണ്ടിയോ സാധാരണക്കാരല്ല പറയുന്നത്, ആഡംബര കാറൊക്കെ വാങ്ങിക്കുമ്പോഴേക്ക് ഹൈ എൻഡ് കാറ് വാങ്ങിക്കുമ്പോൾ കുറേ കൂടി ജാഗ്രത പുലർത്തുക. അതേ ഈ പറഞ്ഞ മാതിരി തന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് കാറാണെങ്കിൽ അതിൻ്റെ ബാക്കി ഡോക്യുമെൻറ്റ്സും കണക്റ്റഡ് ഡോക്യുമെൻറ്റ്സും നോക്കുക. പിന്നെ ഒരു 5 or 6 ഓണർ ചെയ്ത ശേഷം വരുന്നുണ്ടെങ്കിൽ കുറേ കൂടി കെയർഫുൾ ആകുക. പിന്നെ നമ്മൾ സ്വയം തന്നെ നമ്മൾ ഒരു അല്പപരിശോധന നടത്തുക. കാരണം ഈ വാങ്ങിക്കുന്ന കാര്യങ്ങളൊക്കെ ശരിയാണോ എന്ന് നോക്കുക. ഇത്രയും 2 കാര്യം ചെയ്താൽ തന്നെ ഇതിൽ ഒരു പരിധിവരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. കാരണം കാറിൻ്റെ ക്രൈസിലുള്ള ആൾക്കാർ ഇതൊക്കെ നോക്കില്ല. അവർ വണ്ടിയുടെ ഭംഗി അല്ലെങ്കിൽ വണ്ടിയുടെ എടുപ്പ് ബാക്കി കാര്യങ്ങൾ കാണുമ്പോൾ അവരതിലേക്ക് ചാടി വീഴുകയാണ്. അപ്പോൾ അങ്ങനെ ചാടി വീഴുന്നതിന് മുമ്പേ കുറച്ചും കൂടെ കെയർഫുൾ ആകുക. അവർ കെയർഫുള്ളായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ ഇത് പ്രശ്നമല്ല. കാരണം അങ്ങനെ പോയി കഴിഞ്ഞാൽ അവർ ഈ ഏജൻസിനെ സഹായിക്കുകയാണ്. കാരണം ഇപ്പോൾ ഈ വണ്ടിയും കൊണ്ട് ഒരു പുതിയ വണ്ടി വാങ്ങിക്കാൻ ഞാൻ ചെല്ലുമ്പോൾ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് വിൽക്കാവുന്ന ആൾക്ക് സംശയം തോന്നും. അപ്പോൾ സംശയം തോന്നുമ്പോൾ അവരത് മനസ്സിലാക്കി കഴിഞ്ഞു, ഇയാൾക്ക് കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ അവിടെ നമ്മുടെ അടുത്ത് നിന്ന് മാറിപ്പോവും. അങ്ങനെ വരുമ്പോൾ അങ്ങനെ 2-3 സ്ഥലത്ത് അങ്ങനെ പോയിട്ട് അവർക്ക് കച്ചവടം നടക്കില്ല എന്ന് കണ്ടാൽ അവർ സ്ഥലം വിടും. സംസ്ഥാനത്തെ വെളിയിൽ വേറെ കോയമ്പത്തൂരോ അല്ലെങ്കിൽ ബാംഗ്ലൂരിൽ നിന്ന് നോക്കുമായിരിക്കും. പക്ഷെ ഓരോ പൗരന് അവൻ്റെതായ കടമയും ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ ആ ഉത്തരവാദിത്വം നമ്മൾ പാലിക്കാൻ തയ്യാറാവണം. പിന്നെ നമ്മുടെ സിസ്റ്റത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, സത്യമാണ്. ഈ പ്രശ്നം ഉൾക്കൊള്ളുക തന്നെ നമ്മളൊക്കെ ഇവിടെ ജീവിക്കുന്നത്. അപ്പം നമ്മളൊക്കെ ഈ നാട്ടിൽ നിയമമൊക്കെ അനുസരിച്ച് ജീവിക്കുമ്പോൾ ഇത്ര ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. അങ്ങനെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്കിന്ന് രക്ഷപ്പെടാൻ പറ്റും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഈ നമ്മളെ നാട്ടിൽ നിന്ന് ഒഴിവായി മാറിപ്പോകും. ശരി, അങ്ങനെയൊക്കെ ആകട്ടെ രാജ്മോഹൻ സർ. ഏതായാലും ഭൂട്ടാൻ സൈന്യം ഉപയോഗിച്ച് ഉപേക്ഷിച്ച വാഹനങ്ങൾ എന്ന പേരിൽ കള്ളക്കടത്ത് വാഹനങ്ങളും മോഷണം ചെയ്ത വാഹനങ്ങളും ഒക്കെ ഇന്ത്യയിൽ എത്തുകയും കേരളത്തിലെ റോഡുകളിലടക്കം അത് ഓടുകയും ചെയ്യുന്നു എന്നത് വസ്തുതയാണ്. അതിന് പിന്നിൽ വലിയൊരു റാക്കറ്റ് പ്രവർത്തിക്കുന്നുണ്ടെന്നും ആ റാക്കറ്റിന്റെ അടിവേരുകൾ കണ്ടെത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങളും നീക്കങ്ങളും തുടങ്ങിയിട്ടുണ്ട് എന്നതും വ്യക്തവുമാണ്. ഇതിൽ ആരൊക്കെയാണ് പെടാൻ പോകുന്നത് എന്നത് ഇപ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യമില്ല. പക്ഷേ നിഷ്കളങ്കമായി വാഹനം വാങ്ങിയ ആളുകൾ അവർ ഇനി ജാഗ്രതയോടുകൂടി കഴിയേണ്ടതാണ്. കാരണം
ഇത്തരം കാര്യങ്ങളിൽ മതിയായ രേഖകൾ തങ്ങളുടെ കൈവശമുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയാണ് അതിൽ ആദ്യപടി. അതിനപ്പുറത്തേക്ക് ഈ കാര്യങ്ങൾ നീളില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. എൻകൗണ്ടർ ഇവിടെ പൂർത്തിയാകുന്നു. മറ്റൊരു വിഷയവുമായി നാളെ ഇതേ സമയം. ഗുഡ് നൈറ്റ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.